ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. സ്നേഹത്താൽ വിശ്വാസവും, വിശ്വാസത്താൽ പ്രേമവും, പ്രേമത്താൽ ത്യാഗവും, ത്യാഗത്താൽ ആത്മസമർപ്പണവും, ആത്മസമർപ്പണത്താൽ മോക്ഷവും. ഇത് ശ്രീ അവധൂത് ഗുരുപ്രസാദ് ജിയുടെ അവധൂത ചിന്തകൾ എന്നുള്ള ഗ്രന്ഥത്തിൽ നിന്നും എടുത്ത ചിന്തകളാണ്. ഈ ചിന്തയെ അവധൂത് ജി ധ്യാന സാധകർക്കായിട്ട് മനനം ചെയ്യാൻ വേണ്ടി സമർപ്പിച്ചിരിക്കുന്നതാണ്. ധ്യാന സാധകർ എല്ലാവരും അവനവനിലേക്ക് നോക്കുന്ന യാത്രയാണ് ചെയ്യുന്നത്. അവനവൻ്റെ ഉന്മയെ തേടി അവനവൻ്റെ ഉള്ളിലേക്കാണ് യാത്ര ചെയ്യുന്നത്. തീർച്ചയായും ഈ ചിന്തകളെല്ലാം അവനവനെ തിരിച്ചറിയാൻ ഉപകാരപ്രദമായി വരുന്നവ തന്നെയാണ്. ഈ ഒരു ചിന്തയെ മനനം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ പാലോട് എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ തന്നെ ഒട്ടേറെ ഗുരുക്കന്മാർ നമുക്ക് വഴിവെളിച്ചമായിട്ട് നിന്നിട്ടുണ്ട്. ഇപ്പോഴും അവരുടെ നിലനിൽക്കുകയാണ്. അവരുടെ ദർശനങ്ങളും അവരുടെ കാഴ്ചപ്പാടും എല്ലാം പിന്തുടർന്നാണ് നമ്മൾ സാധകർ നമ്മുടെ അന്വേഷണം തുടരുന്നത്. അങ്ങനെ ഒരു മഹത്തായ ഒരു ദർശനത്തെ നമ്മുടെ മുന്നിലേക്ക് മുന്നോട്ട് വച്ചിട്ട് ഈ നിമിഷവും ഈ വരും കാലങ്ങളിലേക്കും നമുക്ക് വേണ്ടി നൽകിപ്പോയ ഒരു മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിൻ്റെ ദർശനത്തെ ഇന്നും നമ്മൾ ഓരോരുത്തരും പിന്തുടരുന്നു എന്നുണ്ടെങ്കിൽ ആ ദർശനങ്ങളുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ ദർശനത്തെ പിന്തുടർന്ന് തൻ്റെ ജീവിതചര്യയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മഹാഗുരു തന്നെയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ സൂക്ഷ്മാനന്ദജി എന്നാണ്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ വളരെ നാൾ കൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു മഹാവ്യക്തിത്വം തന്നെയാണ് അദ്ദേഹം. ഇന്ന് എന്തുകൊണ്ടും അദ്ദേഹത്തെ സത്സംഗം ചെയ്യാൻ യോഗ്യതയുള്ളത് അദ്ദേഹവുമായി ദീർഘകാലത്തെ സൗഹൃദം കൊണ്ട് നടക്കുന്ന, ഇപ്പോഴും കൊണ്ട് നടക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്ന SNDP യോഗത്തിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ബാഹുലയൻജിയാണ്. വളരെ കാലത്തെ ആത്മബന്ധമാണ് സൂക്ഷ്മാനന്ദ സ്വാമിയുമായിട്ട് അദ്ദേഹത്തിനുള്ളത്. നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് അവരെ രണ്ടുപേരെയും സ്വാഗതം ചെയ്യാം. ബ്രഹ്മശ്രീ സൂക്ഷ്മാനന്ദ സ്വാമികൾ വളരെ സീനിയറായിട്ടുള്ള ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠനാണ്. അദ്ദേഹം ശ്രീനാരായണ ധർമ്മസംഘം ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാഗുരുവാണ്. അദ്ദേഹത്തെ നമ്മൾ അറിയേണ്ടത്, അദ്ദേഹം ഒരു സന്യാസി എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു വലിയ ദാർശനികനും എഴുത്തുകാരനും എൻജിനീയറുമാണ്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ അദ്ദേഹം സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് രാജിവെച്ചാണ് ഈ ശ്രീനാരായണ ദർശനത്തിൻ്റെ പ്രചരണത്തിനും സന്യാസ ജീവിതത്തിലേക്കും കടന്നത്. അങ്ങനെയുള്ള സൂക്ഷ്മാനന്ദ സ്വാമിജിയുമായിട്ട് എനിക്കും ദീർഘകാല ബന്ധമുണ്ട്. അദ്ദേഹത്തെ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടിയത് ഒരു വലിയ സൗഭാഗ്യമായി കാണുന്നു. സ്വാമിജി, നമസ്കാരം. സ്വാമിജി, സ്വാമിജിയോട് ഞാൻ പലപ്പോഴും ചോദിക്കാൻ ആഗ്രഹിച്ചൊരു ചോദ്യമാണ് ഞാൻ ആദ്യമായി ചോദിക്കുന്നത്. ഇന്ന് സ്വാമിജി ഉന്നത ബിരുദങ്ങളുള്ള ഒരു എൻജിനീയറാണ്. ഉയർന്ന ശമ്പളം വാങ്ങി ജീവിച്ച് വന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, എഞ്ചിനീയറായി. വലിയ പ്രസക്തിയുള്ള എങ്ങനെയാണ് ഇവിടെ വരുമ്പോൾ, ഇവിടെ നിരവധി തവണ ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴൊക്കെ
ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാണ് പോകാറ്. അന്ന് അമ്മ ജീവിച്ചിരുന്നു. അപ്പോൾ വരുന്ന വഴിയിൽ ഞാൻ എന്നോടൊപ്പം സഞ്ചരിച്ചവരോട് പറഞ്ഞു, നമ്മൾ പോകുന്നിടത്തുണ്ടായിരുന്നത് ഒരമ്മയാണ്, മനുഷ്യാകൃതി പൂണ്ട ദേവതയെന്നാണ് ഞാൻ അമ്മയെപ്പറ്റി ഇവരോട് പറഞ്ഞത്. സത്യമാണത്. അവരുടെ സ്വാധീനത്തിലാണോ അതല്ല, ഈ ഭൂമിക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു തപോവനം പോലെ എനിക്ക് തോന്നാറുണ്ട്. ഈ തപോവനത്തിൻ്റെ സ്വാധീനമാണോ, അമ്മയുടെ സ്വാധീനമാണോ, എന്ത് സ്വാധീനമാണ് ഇത്രയും വലിയ ഉദ്യോഗം വലിച്ചെറിഞ്ഞ് സ്വാമിജി ഈ പാതയിലേക്ക് തിരിഞ്ഞത്? അല്ല, അത് ഈ സ്വാധീനം എന്ന് പറയുന്നത് എൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കോമ്പിനേഷൻ കാണുമായിരിക്കും. എന്ന് വെച്ചപ്പോൾ അത് ഇന്ന കാര്യം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നൊന്നും എനിക്കും പറയാൻ കഴിയില്ല. ഇറ്റ് ഹാപ്പൻഡ്. അതല്ലാതെ ഇന്ന സ്വാധീനമാണ് കൃത്യമായിട്ടുണ്ടായിരുന്നതെന്നൊന്നും പറയാനില്ല. ഓരോരുത്തർക്കും ഓരോ റോളാണല്ലോ ദൈവം തരുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ റോൾ ഇതാണ്. ഞാനത് എന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാതെ ഇപ്പോൾ സ്വാധീനത്തിൻ്റെ ഒന്നും കൃത്യമായ കണക്ക് എനിക്കറിയില്ല. അമ്മയുടെ സ്വാധീനം ഉണ്ടായിരിക്കാം, ഈ സ്ഥലത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരിക്കാം, പിന്നെ ജന്മനാ ഉള്ള നമ്മുടെ എന്താണ് ഒരു വാസന ഉണ്ടാകാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ. അല്ല, കൃത്യമായിട്ട് ഇന്നതാണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല. എങ്ങനെ സ്വാമിജി ഈ പാതയിലേക്ക് വന്നു എന്നുള്ളത്, ഈ പാതയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ജന്മനാ തന്നെ അവർക്കൊരു ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അത് അങ്ങനെയുള്ള ആളുകൾക്ക്, ഈ അന്വേഷകർക്ക് അതൊരു താല്പര്യം കാണും എന്നുള്ളതുകൊണ്ടാണ്. അതിപ്പോൾ ഈ പറഞ്ഞതുപോലെ എനിക്ക് പറയാൻ കഴിയില്ല ഞാനിത് തിരഞ്ഞെടുത്തതാണെന്ന്. സംഭവിക്കുകയാണ് ചെയ്തത്, അല്ലാതെ ഞാൻ ചൂസ് ചെയ്ത ഒരു പാതയല്ല. പിന്നെ ഇങ്ങനെ ഒരു പാത എന്ന് പറയുന്നത് തന്നെ ശരിയല്ല. കാരണം പരമമായ സത്യത്തിലേക്ക് ഒരു പാതയൊന്നുമില്ല. പാതയുണ്ടെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു. ഇതെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് ദൈവം എന്നുള്ളതാണ്. തത്വമസി എന്നാണ് നമ്മുടെ ശാസ്ത്രമൊക്കെ പറയുന്നത്. അപ്പം നമ്മളാണ് പരമമായ സത്യമെങ്കിൽ നമ്മളും ഈ പരമമായ സത്യവുമായിട്ട് സീറോ ഡിസ്റ്റൻസാണ്, സീറോ ടൈമാണ്. പാതയെന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞു. ഇവിടെ പാതയില്ല എന്നുള്ളതാണ്. ഇത് നമ്മളാണെങ്കിൽ പിന്നെ അവിടെ സീറോ ഡിസ്റ്റൻസ് ആണല്ലോ. അതുകൊണ്ടാണ് പരമമായ സത്യത്തിലേക്ക് കൃത്യമായിട്ട് മാർഗമൊന്നുമില്ല എന്ന് പറയുന്നത്. മാർഗം ഉണ്ടെങ്കിൽ പിന്നെ ഇത് സയൻസായില്ലേ. ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇത്ര ദൂരം പോയാൽ നീ അവിടെ എത്തുമെന്ന് പറയാമല്ലോ. അങ്ങനെ ഇന്നുവരെ ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇത് പരമമായ സത്യം നീ തന്നെയാണ്, നീയാണെങ്കിൽ പിന്നെ ഇവിടെ പോവായി. അപ്പോൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുക എന്നുള്ളതേ അവിടെ ഉള്ളൂ. അതല്ലാതെ ഇവിടെ കിടന്ന് മലമറിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മളിലുള്ള സത്യത്തെ നമ്മൾ തിരിച്ചറിയുക, റെക്കഗ്നൈസ് ചെയ്യുക. അവിടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ ദെയർ ആൾവേസ് ആൾറെഡി. അല്ല, പുതുതായിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു സംഗതിയല്ല സത്യം. ഇറ്റ് ഈസ് ദെയർ, ജസ്റ്റ് റെക്കഗ്നൈസ് ഇറ്റ്. അപ്പം ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു ചിന്തയല്ല എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി അതിന് നമ്മൾ സാധാരണ പറയുന്നത്, നമ്മൾ വിചാരിക്കുന്ന ദൈവവും യഥാർത്ഥ ദൈവവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്, ഭീകരമായ വ്യത്യാസമുണ്ട്. നമ്മൾ ദൈവം ഒരു വിചാരമാണെന്ന് പറയുമ്പോൾ ദൈവത്തെ നമ്മൾ ഒരു സിംഗിൾ തോട്ടായിട്ട് റെഡ്യൂസ് ചെയ്യണം. ദൈവം ഒരു വിചാരമായാലുള്ള സാങ്കേതികമായ തകരാറ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിചാരങ്ങളെന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കരമായ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. തോട്ട്സിന് ലൈറ്റിനേക്കാളും വേഗതയുണ്ടെന്നുള്ളതാണ്. ഈ തോട്ട്സ് ആർ ഫാസ്റ്റർ ദാൻ ലൈറ്റ് എന്നാണ്. ഫാസ്റ്റർ ദാൻ ലൈറ്റ് ആണെങ്കിൽ ഈ നിമിഷമുള്ള തോട്ട് അടുത്ത നിമിഷം പോവുകയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തെ ഒരു ചിന്തയാക്കുമ്പോഴുള്ള അപകടം ഇതാണ്. ഇതിങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു, നമുക്കവിടെ ഗ്രിപ്പില്ല. അപ്പോൾ ആ ചിന്ത വന്നു പോകുന്ന സ്ഥലമാണ് ദൈവം. അല്ലാതെ ഈ അവിടെ വന്നു പോകുന്ന ഒന്നും ഈ ദൈവമാകില്ല, സത്യമാകില്ല. ഇത് തോട്ട്സ് എവിടെയാണോ ഡിസ്പ്ലേ ചെയ്യുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് ദൈവമാണ്.
എൻ്റെ തോട്ട്സ് അല്ല. ദൈവം ചിന്തയായാലുള്ള തകരാറ് ഇത് തന്നെയാണ്. ആ ചിന്തയുടെ അതേ വേഗതയിൽ ദൈവവും സഞ്ചരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും മാറാതെ നിൽക്കുന്നെങ്കിൽ അതാണ് പരമമായ സത്യം, അതാണ് ദൈവം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, ചിന്തകൾ ഭയങ്കര സ്പീഡിൽ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു, വരുന്നു പോകുന്നു, നമുക്കവിടെ ഒരു ഗ്രിപ്പും ഇല്ലാതായി പോകുന്നു. പിന്നെ അവിടെ ഉള്ളത് ഈ ചിന്തകളുടെ ഗ്യാപ്പാണ്. ഈ ചിന്തകൾ വന്നു പോകുമ്പോൾ ഇപ്പോൾ ചിന്തകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത് വളരെ ക്ലിയർ ആണല്ലോ. കാരണം ചിന്തകൾ പോകുന്നില്ല എങ്കിൽ ഒരു ചിന്ത തന്നെ എപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കണമല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ചിന്ത തന്നെ അവിടെ കാണാം. അപ്പോൾ ആ ഒരു ചിന്തയല്ല വേറൊരു ചിന്ത വീണ്ടും ഉടനെ അതിൻ്റെ പിറകിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ആദ്യം ഒരു ചിന്ത വന്നു പോകുന്നു, അടുത്തത് വേറൊരു ചിന്ത വരുന്നു. അപ്പോൾ ഈ രണ്ട് ചിന്തകൾക്കിടയിൽ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പാണ് നമ്മൾ, അതാണ് പരമമായ സത്യം. അപ്പോൾ ആ ഗ്യാപ്പാണ് വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട്, സുഷുപ്തിയിലില്ലാത്തതൊന്നും സത്യമല്ല. ദാറ്റ് വിച്ച് നോട്ട് പ്രസൻറ്റ് ഇൻ ഡീപ്പ് സ്ലീപ്പ് ഈസ് നോട്ട് റിയൽ. ഏതൊന്നാണോ സുഷുപ്തിയിലില്ലാത്തത് അതൊന്നും സത്യമല്ലാത്തതാണ്. സത്യമാണെങ്കിൽ പിന്നെ അത് എല്ലാ സമയത്തും അവിടെ ഉണ്ടായിരിക്കണ്ടേ. അപ്പോൾ നമ്മൾ ഈ രണ്ട് ചിന്തകളുടെ ഇടയിൽ കാണുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ സുഷുപ്തിയിലുള്ള സ്ഥലമാണ്, സുഷുപ്തിയിൽ നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഗ്യാപ്പ്, രണ്ട് ചിന്തകളുടെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ, ഡീപ്പ് സ്ലീപ്പിൽ, സ്വപ്നമൊന്നുമില്ലാത്ത ഉറക്കത്തിൽ എന്താണോ ഉള്ളത് അതാണ് ഈ രണ്ട് ഗ്യാപ്പിൻ്റെ ഇടയിൽ, ഈ ചിന്തകളുടെ ഗ്യാപ്പിനിടയിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ആ ഗ്യാപ്പിനെ തിരിച്ചറിയുക, ആ ഗ്യാപ്പ് തന്നെയാണ് നമ്മൾ, അവിടെ തന്നെയാണ്, അത് തന്നെയാണ് ദൈവം, അത് തന്നെയാണ് അള്ളാഹു, അത് തന്നെയാണ് ജീസസ്, അത് തന്നെയാണ് ശിവ, അത് തന്നെയാണ് കൃഷ്ണ. അപ്പോൾ റിലിജിയൻസ് ടേംസിൽ അതിനെ ദൈവമെന്ന് വിളിക്കുന്നു, സ്പിരിച്വാലിറ്റിയിൽ അതിനെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നു, ശ്രീനാരായണ ഗുരു അതിനെ അറിവെന്ന് വിളിച്ചു, രമണ മഹർഷി ഈ പറഞ്ഞ കണക്ക് അതാണ് സത്യമെന്ന് പറഞ്ഞു. പരമമായ സത്യം ഈ സുഷുപ്തിയിൽ എന്താണോ അവശേഷിക്കുന്നത് അത് തന്നെയാണ് സത്യം. ആ സുഷുപ്തിയിൽ ഇല്ലാത്തതൊന്നും സത്യമല്ല എന്ന് വളരെ ക്ലിയറായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്വാമിജി ഈ മൈൻഡ് ദ ഗ്യാപ്പ് എന്ന പുസ്തകത്തിൽ പ്രകാശിപ്പിച്ചിട്ടുള്ളത്. മൈൻഡ് ദ ഗ്യാപ്പ് എന്നുള്ള പുസ്തകത്തിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും? അതെ, ഇത് തന്നെയാണ് ഇപ്പം ബൈബിളിൽ തന്നെ പറയുന്നത്, ദി കിങ്ഡം ഓഫ് ദ ഹെവൻ ഈസ് ഇൻ യു. കിങ്ഡം ഓഫ് ഹെവൻ ലോകത്തിലല്ല, വേൾഡിലല്ല, നിങ്ങളിൽ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ ലോകത്ത് ഇത് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളതും അവിടെ വ്യക്തമാവുകയാണ്. കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുന്നത് നോട്ട് ഇൻ ദ വേൾഡ്, ഇറ്റ് ഈസ് ഇൻ യു. അവിടെയാണെങ്കിൽ ഈ വേൾഡിൽ കിടന്ന് അന്വേഷിച്ച് സമയം കളയേണ്ട കാര്യമില്ലല്ലോ, ആദ്യം അതിൻ്റെ ഇങ്ങോട്ട് കയറിയാൽ മതിയല്ലോ. അപ്പോൾ അതാണ് ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് ഇൻ യു, നോട്ട് ഇൻ ദ വേൾഡ്. Therefore, there is no need to waste your time searching it in the world. സ്വാമിജി ഈ ഈ ഈ മൈൻഡ് ദ ഗ്യാപ്പ് എന്ന് പറയുന്ന പുസ്തകം വളരെ പ്രസിദ്ധമായ പുസ്തകമായി മാറിയിട്ടുണ്ട്. അപ്പം ആ പുസ്തകം എഴുതുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു സാഹചര്യം എഴുതാനുണ്ടായ? അത് എന്താണ്, ഞാനിങ്ങനെ പറയുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ അവസാനം ഒന്ന് എഴുതിയാൽ കൊള്ളാമെന്ന് തോന്നി അങ്ങനെ അത് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ട് അതിൽ പറയാൻ ശ്രമിച്ച ഒരു സംഗതി എന്ന് പറയുന്നത് ആത്മോപദേശകത്തിലെ ഒരു 5ാമത്തെ ശ്ലോകമുണ്ട്. ഉലകരുറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യുന്നതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും, വില മതിയാതെ വിളക്ക് ഉദിക്കുകയും പിൻപൊലിയുകയും ഇല്ല, ഇത് കണ്ടുപോയിടണം. അതായത് നമ്മുടെ ഈ ആക്ടിവിറ്റികളൊക്കെ നടക്കുന്ന ഈ സ്ഥലത്ത് ഇതെല്ലാം ഉറ്റുപാർത്ത് നിൽക്കുന്ന, വിറ്റ്നസ് ചെയ്യുന്ന ഒരു എലിമെൻ്റ് ഉണ്ട്. അതിനെ ആണ് നമ്മൾ കണ്ടുപോകണമെന്നാണ് ഗുരുദേവൻ പറയുന്നത്. അപ്പോൾ ആ ശ്ലോകമാണ് ശരിക്കും ഈ പുസ്തകത്തിൻ്റെ ഒരു ഇൻസ്പിറേഷൻ. അപ്പോൾ ആ ശ്ലോകത്തിന് എൻ്റേതായ ഒരു ഇൻ്റർപ്രിറ്റേഷനാണ് അതിൽ കൂടെ നടത്താൻ ശ്രമിച്ചത്.
അപ്പോൾ അത് കുറേയൊക്കെ വിജയിച്ചു, അത് ആളുകൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് പറഞ്ഞതിൽ സന്തോഷം അതേ ഉള്ളൂ. പിന്നെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാഴ്ചപ്പാടുകളെന്ന് പറയുന്നത് എത്ര വലിയ പണ്ഡിതൻ്റെ കാഴ്ചപ്പാടായിരുന്നാലും പരിമിതമായിരിക്കും. അപ്പോൾ ആ കാഴ്ചപ്പാടിൻ്റെ ബേസിൽ ഒന്നും അതിൻ്റെ അവസാനം ലാസ്റ്റ് വേർഡായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയണമെന്ന് ബാലു പറഞ്ഞത്. അപ്പോൾ കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രോബ്ലം ഇതാണ്, ഏത് കാഴ്ചപ്പാടായിരുന്നാലും അതിന് പരിമിതിയുണ്ട്. അപ്പോൾ ആ കാഴ്ചപ്പാടുകളുടെയൊക്കെ അപ്പുറത്ത് ആണ് കാര്യങ്ങൾ കിടക്കുന്നത്. യഥാർത്ഥ സത്യം എന്ന് പറയുന്ന കാഴ്ചപ്പാടുകൾക്കൊക്കെ അപ്പുറമാണ്. കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ പലർക്കും പല രീതിയിലാണ്. ഇപ്പോൾ ശ്രീനാരായണ ഗുരു ദൈവമാണെന്ന് പറയുന്ന ഒരു കീഴ്വഴക്കം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അത് ദൈവം ആയിരിക്കാം, ഇല്ലായിരിക്കാം, അതല്ല. അപ്പോൾ അവിടെ ഇപ്പോൾ ദൈവമാണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ദൈവം എന്താണെന്നുള്ള ഡിഫൈൻ ചെയ്യേണ്ടി വരും. അതല്ലാതെ ദൈവമാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പം നമ്മളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതാണ് ദൈവം. ഈ പറഞ്ഞ നമ്മൾ തന്നെയാണ് ദൈവം. നമ്മളിലുള്ള മാറാതെ നിൽക്കുന്ന ഭാഗം, സുഷുപ്തിയിൽ അവശേഷിക്കുന്നത് എന്താണോ അത് തന്നെയാണ് ദൈവം എന്നുള്ളതാണ് ഒരു ഡെഫിനിഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ചിലപ്പോൾ ഇനി അതിൻ്റെ അപ്പുറവും വേറെ രീതിയിലുള്ള ചിന്താധാരകൾ വന്നുകൂടാഴികയില്ല. ഇപ്പോൾ ഉള്ള ഒരു നിലവിലുള്ള ഇതിനെയൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ദൈവം ഈ പറഞ്ഞതാണ്. അപ്പോൾ ആ രീതിയിൽ സാധാരണ പറയുന്ന മാതിരി ദൈവം ഒരു നൗണല്ല, ഇതൊരു വെർബാണ്. ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നിൽക്കുന്നത്. എപ്പോഴും ഇതൊരു ആക്ടിവിറ്റിയാണെന്നേ പറയാനുള്ളൂ. അല്ലെങ്കിൽ വെറും നൗണാക്കി എടുക്കുമ്പോഴത്തേക്ക് ഒരു ജഡവസ്തു ആകുന്നു, ഒരു ഓബ്ജക്റ്റ് ആകുന്നു. ശ്രീനാരായണ ഗുരു അങ്ങനെ ഒരു ജഡവസ്തു അല്ലല്ലോ, ഒരു ഓബ്ജക്റ്റ് അല്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ ഒരു നൗണായിട്ടാണെങ്കിൽ ഗുരു ദൈവമൊന്നുമല്ല, വെർബാണ്, ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് മനസ്സുകൊണ്ടല്ല. ഇപ്പോൾ നമ്മൾ അവിടെ പറയേണ്ടി വരുന്നത് ഈ സാധാരണ അറിവെല്ലാം സബ്ജക്റ്റ് ഓബ്ജക്റ്റ് ഫോർമാറ്റിലാണ് അധിഷ്ഠിതമാണ്. അപ്പോൾ ഈ നമ്മുടെ വിദ്യാഭ്യാസം പോലും ഓബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. ഈ വസ്തുക്കളെ അറിയുക എന്നുള്ളതാണ് ആ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് ഫോർമാറ്റിൽ. ഇപ്പോൾ ഒരു ഓബ്ജക്റ്റിനെ അറിയുന്നത് ആണ് നമ്മൾ നോളജായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ സബ്ജക്റ്റിനെ അറിയാനുള്ള ടെക്നോളജി നമുക്കില്ല. അതിനെ സംബന്ധിച്ചുള്ള വിസ്ഡം ഉണ്ട്, പക്ഷേ ടെക്നോളജി ഇല്ല. ഇപ്പോൾ സബ്ജക്റ്റിനെയാണ് അറിയേണ്ടത്, അല്ല ഓബ്ജക്റ്റിനെ അറിഞ്ഞിട്ടൊന്നും നമുക്ക് നേടാനില്ല. കാരണം നേരത്തെ പറഞ്ഞു കിങ്ഡം ഓഫ് ഹെവൻ ഈസ് ഇൻ യു, ആ സബ്ജക്റ്റിലാണ്, അല്ല ഓബ്ജക്റ്റിലല്ല. അപ്പോൾ സബ്ജക്റ്റിനെ അറിയുന്നതും ഓബ്ജക്റ്റിനെ അറിയുന്നതും വ്യത്യസ്തമായ രീതിയിലാണ്. നമുക്കിപ്പോൾ ഓബ്ജക്റ്റിനെ അറിയാൻ, ഇപ്പോൾ ഈ പറഞ്ഞ ഈ ക്യാമറയെ എനിക്കറിയാൻ പറ്റും. ഈ അതിൽ ശ്രദ്ധ ഞാൻ കൊടുക്കുന്നു, ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ക്യാമറയുടെ അതിൻ്റെ പ്രവർത്തനം ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ എന്നെ അറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ കൊടുക്കുന്ന ശ്രദ്ധ എന്നിലോട്ട് കൊടുക്കണം. ഓബ്ജക്റ്റിൽ നിന്നും എൻ്റെ അറ്റൻഷൻ സബ്ജക്റ്റിലോട്ട് കൊടുക്കണം. അപ്പോൾ അതുതന്നെയാണ് ഇതിൻ്റെ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഇത് തന്നെയാണ്. ഇപ്പോൾ ഈ ലോകത്തുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ശ്രദ്ധ അതിൽ കൊടുക്കണം. പരമമായ സത്യത്തെ അല്ലെങ്കിൽ നമ്മളെ അറിയണമെങ്കിൽ അതേ ശ്രദ്ധ തന്നെ നമ്മളിലോട്ട് തിരിച്ചു വിടണം. അപ്പോൾ നമ്മളിലോട്ട് തിരിച്ചു വിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ സബ്ജക്റ്റാണ്. അപ്പോൾ ആ സബ്ജക്റ്റിന് അവിടെ ഒബ്ജക്റ്റീവ് ക്വാളിറ്റി ഒന്നുമില്ല. ഒബ്ജക്റ്റീവ് ക്വാളിറ്റി ഒന്നും ഇല്ലാതെ വരുമ്പോൾ എന്ത് പറ്റുന്നു? അറ്റൻഷന് അവിടെ നിലനിൽക്കാൻ പറ്റില്ല. അറ്റൻഷൻ ഈ സബ്ജക്റ്റിൽ കൊളാപ്സ് ചെയ്യുന്നു. ആ കൊളാപ്സ് ചെയ്യുന്ന നമ്മളെയാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. അപ്പോൾ സബ്ജക്റ്റിനെ അറിയുന്നതും ഓബ്ജക്റ്റിനെ അറിയുന്നതും വ്യത്യസ്തമായ രീതികളിൽ കൂടിയാണ്. രണ്ടിനും വളരെ നല്ല വ്യത്യാസവുമുണ്ട്. സാധാരണ ഓബ്ജക്റ്റിനെ അറിയുന്ന കണക്ക് നമുക്ക് സബ്ജക്റ്റിനെ അറിയാൻ ഒക്കില്ല. എന്നാൽ സബ്ജക്റ്റിനെ അറിയുമ്പോഴാണ് നമ്മുടെ അറിവ് പൂർണ്ണമാകുന്നത്. ഈ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് ഫോർമാറ്റിൽ ഓബ്ജക്റ്റിനെ അറിയുന്ന അത്തരം അറിവ് ഒരിക്കലും പൂർണ്ണമല്ല. മറിച്ച് ഈ നമ്മളെ അറിയുന്ന അല്ലെങ്കിൽ സബ്ജക്റ്റിനെ അറിയുമ്പോൾ ആ അറിവ് എപ്പോഴും കംപ്ലീറ്റ് ആയിരിക്കും. അവിടെ ഒരു ഫുൾനെസ് ഉണ്ട്.
അതിനെ ഒരിക്കലും അതൊരു ഭാഗികമായ അറിവല്ല. ഇപ്പോൾ ഓബ്ജക്റ്റിനെ അറിയുക എന്ന് വെച്ചാൽ ആ ഓബ്ജക്റ്റ് എപ്പോഴും ഭാഗികമായിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അറിയുന്ന വസ്തു ഇന്ന് സത്യമെന്ന് പറയുന്നത് നാളെ സത്യമല്ലാതാകുന്നു. സയൻസിൻ്റെയൊക്കെ കണ്ടുപിടുത്തത്തിൽ അതാണല്ലോ, ഓബ്ജക്റ്റീവ് ഫൈൻഡിങ് ആണ്. അപ്പോൾ ആ ഓബ്ജക്റ്റീവ് ഫൈൻഡിങ് എന്നുള്ള രീതിയിൽ ഒന്നിനും ആത്യന്തികമായിട്ട് ഇതാണ് സത്യമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ന് പരമസത്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ നാളെ സത്യമല്ല എന്ന് സയൻസ് തന്നെ പറയുന്നുണ്ട്. ഒരു സമയത്ത് സയൻസ് പറഞ്ഞു, സയൻസല്ല പറഞ്ഞു, നമ്മുടെ സമൂഹം പറഞ്ഞു സൂര്യന് ചുറ്റുമാണ്, അല്ല ഭൂമിയാണ് ഈ സൂര്യൻ ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ അത് ഈ ഗലീലിയോ ആണ് കോപ്പർനിക്കസ് ഒക്കെ കൂടെ പറഞ്ഞു അങ്ങനെയല്ല, ഇത് ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ സൂര്യനെയാണ് വലം വയ്ക്കുന്നത്, അതല്ലാതെ ഭൂമിയല്ല ഇതിൻ്റെ ഒന്നും സെൻട്രലായിട്ടുള്ള പോയിൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് പറഞ്ഞ ആളിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അന്ന് അത് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല. അപ്പോൾ സയൻസിൽ വരുന്ന ഫൈൻഡിങ്ങുകൾ ഇന്ന് പറയുന്നത് നാളെ ചിലപ്പോൾ അസാധുവാകുന്നു, ഇൻവാലിഡ് ആകുന്നു. മറിച്ച് ഈ സബ്ജക്റ്റീവ് സൈഡിൽ ആണ് അറിയുന്നതെങ്കിൽ അതിനൊരിക്കലും മാറ്റം ഉണ്ടാകുന്നില്ല. അന്ന് പറഞ്ഞ സത്യം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. കാരണം അത് പൂർണ്ണമാണ്. ഒബ്ജക്റ്റീവ് സൈഡിലുള്ള ഫൈൻഡിങ് എപ്പോഴും അപൂർണമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാഴ്ചപ്പാടുകൾ പരിമിതമാകുന്നത് അതുകൊണ്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കാഴ്ചപ്പാടിന് പരിമിതിയുണ്ടെന്ന്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് ഫോർമാറ്റിലുള്ള അറിവിന് ഒരിക്കലും കംപ്ലീറ്റ്നെസ് ഇല്ല, പൂർണ്ണതയില്ല. മറിച്ച് ഇപ്പുറത്ത് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണമുദച്ഛിതി എന്ന് പറയുന്ന ആ ഭാഗം എന്ന് പറയുന്നത് ഇതിനെയാണ്, ഈ സബ്ജക്റ്റിനെയാണ്. അവിടെ ഇത് കംപ്ലീറ്റാണ്. ഒബ്ജക്റ്റീവ് നോയിങ് എപ്പോഴും പാർഷ്യലാണ്, ഒരു പരിമിതിയുണ്ടതിന്. ഈ സബ്ജക്റ്റിനെ അറിയുമ്പോഴാണ് നമ്മൾ പൂർണ്ണമാകുന്നത്. പിന്നെ നമുക്ക് ഈ അതിനെ ശരിക്കും മനസ്സിലാക്കിയാൽ നമുക്ക് ഒന്നിൻ്റെ ആവശ്യം തോന്നുകയില്ല. നമ്മൾ പൂർണ്ണമാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ നടക്കേണ്ട ആ ഒരു തോന്നലുണ്ടാവില്ല. നമ്മൾ പൂർണ്ണമല്ലാത്തതുകൊണ്ടാണ് ആ ഒരു സെൻസ് ഓഫ് ലാക്കാണ് ഈ പറഞ്ഞ ദുരന്തങ്ങൾക്കെല്ലാം കാരണം. നമുക്ക് എന്തിൻ്റെ കുഴപ്പമുണ്ട്, ദെർ ഈസ് സംതിങ് മിസ്സിങ് എന്നുള്ള ആ ഒരു ഫീലിംഗ് ആണല്ലോ എല്ലാ ദുരന്തങ്ങളുടെയും ഉദ്ഘാടനം നടക്കുന്ന ആ ഫീലിംഗ് എന്നാണല്ലോ. അപ്പോൾ അത് ഈ ഓബ്ജക്റ്റീവ് നോയിങ്ങിൽ ഉണ്ടായ അവസ്ഥയാണ്. മറിച്ച് സബ്ജക്റ്റീവ് നോളജ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സെൻസ് ഓഫ് ലാക്ക് ഉണ്ടാവില്ല. ഇപ്പോഴ് സ്വാമി ഈ പറഞ്ഞപ്പോൾ എനിക്കൊരു പുതിയ ഒരു വെളിച്ചമുണ്ടായി. അത് ഇപ്പോൾ ഗുരുദേവനെ ഇപ്പോൾ ഒരു നൗണാക്കുന്ന പ്രവണതയുണ്ട്. അത് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. അതിനെപ്പറ്റി എന്താണത് മറികടക്കാനുള്ള മാർഗം? അല്ല, ഡൗണാക്കുന്നത് നമ്മുടെ കംഫർട്ടാണ് അവിടെ നോക്കുന്നത്. മറ്റേ പടമാക്കി അവിടെ വെച്ചിരുന്നാൽ മതിയല്ലോ, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. മറ്റേ ഇപ്പോൾ അതിന് വെറുപ്പാക്കിയാൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ദൈവമാക്കുന്നത്. ദൈവമാക്കുമ്പോൾ നമ്മൾ പൂജിച്ചാൽ മതിയല്ലോ, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അതിനെ എന്താണ് ഐ എം നോട്ട് ട്രൈങ് ടു ബിലിറ്റിൽ ഇറ്റ്. പക്ഷേ ഈ കംഫർട്ടാണ് നോക്കുന്നത്. മറ്റത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ദൈവമാക്കുക അല്ലെങ്കിൽ ഒരു വെർബാക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഈ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് സ്വാമിജി മനസ്സിലാക്കുക എന്നുള്ളത്. അതൊന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രണ്ട് സംഗതികളാണ് നമ്മുടെ മുഴുവൻ നോയിങ് ഇരിക്കുന്നത്. ഈ ഒന്ന് സബ്ജക്റ്റ് ഓബ്ജക്റ്റ് ഫോർമാറ്റിൽ ഓബ്ജക്റ്റിനെ അറിയുക, രണ്ട്
ഈ ഫോർമാറ്റിലല്ലാതെ നേരിട്ട് ഡയറക്റ്റായിട്ട് സബ്ജക്റ്റിനെ നേരിട്ട് അറിയുക. സബ്ജക്റ്റിനെ നേരിട്ട് അറിയുക എന്ന് പറയുന്നതാണ് ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. മനസ്സ് വെച്ച് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സെന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് മൈൻഡ്? ദ കറണ്ട് തോട്ട്. അല്ലാതെ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ഇന്ന് വരെ ഒരു സയൻസും തെളിയിച്ചിട്ടില്ല. ഈ മനസ്സ് എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ട് എന്ന് ഒരു സയൻസും ഇതുവരെ തെളിയിച്ചിട്ടില്ല. ഉണ്ടെന്നുള്ളത് ഒരു കൺസെപ്റ്റാണ്. കറണ്ട് തോട്ടിനെയാണ് ഈ പറയുന്നത്. അപ്പോൾ കറണ്ട് തോട്ടെന്ന് പറയുന്നത് കറണ്ട് തോട്ട് അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ഉടനെ അടുത്ത തോട്ട് വരികയാണ്. അപ്പോൾ പിന്നെ ഇവിടെ എവിടെയാണ് മനസ്സെന്ന് പറയുന്നത്? അപ്പോൾ അങ്ങനെ ഇതിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചറിയുമ്പോൾ മനസ്സിൻ്റെ ഇല്ല എന്നുള്ള ആ ഒരു സാധ്യതയെങ്കിലും നമ്മൾ അംഗീകരിക്കേണ്ടി വരും, ഇല്ല എന്നുള്ളത്. അപ്പോൾ ഉണ്ടെന്നുള്ളത് ആ ഒരു ധാരണയിലാണ് നമ്മളെ ജീവിതമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കൊണ്ടുപോവുക. പക്ഷേ അൾട്ടിമേറ്റായിട്ട് ഇങ്ങനെ ഒരു സാധനമില്ല. ഇത് നമ്മുടെ ഒരു തോന്നലാണ്. ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തെളിയിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് ഇപ്പോൾ സൈക്കോളജിയും അല്ലാതെയുള്ള മെഡിക്കൽ സയൻസും ഒന്നും ഈ സാധനത്തിനെ ഇതുവരെ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല. മനസ്സിനെ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സാധനം ഇല്ലയെന്ന് തന്നെയാണ്. മനസ്സ് മാത്രമല്ല, ഈ കാണുന്ന ഭൗതിക ലോകവും ഇല്ലാത്തതാണെന്ന് ഇപ്പോൾ ഫിസിക്സിന് 2022 നോബൽ പ്രൈസ് കിട്ടിയത് ഈ വേൾഡ് അൺറിയലാണെന്ന് തെളിയിച്ചതിനാണ്. വേൾഡ് ഈസ് അൺറിയൽ, അതായത് മാറ്റർ ഇല്ലാത്തതാണെന്ന് തെളിയിച്ചതിനാണ്. അതിന് അത് എന്താണ് ഒബ്ജക്റ്റീവ്. ഇപ്പോൾ ഈ സയൻസ് പറയുന്ന ഇതാണ്, നോ ഒബ്ജക്റ്റ് ഡു നോട്ട് ഹാവ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. ശ്രീനാരായണ ഗുരു പറഞ്ഞത് തന്നെയാണ്, ഈ കാണുന്നവനുണ്ടെങ്കിലേ കാണുന്ന വസ്തുവുള്ളൂ. നേരെല്ലാം ദൃശ്യമത് ദൃക്കിനെ മാറ്റി നീക്കിൽ എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അതിന് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇത് തന്നെയാണ്, കാണുന്നവനുണ്ടെങ്കിൽ കാണുന്ന വസ്തുവിന് നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഈ ലോകം നിലനിൽക്കുന്നത് നമ്മളിതിനെ കാണാനുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ്. മാറ്റർ ഇല്ല എന്നുള്ളത് 2022 നോബൽ പ്രൈസ് കിട്ടിയാണ് ഇല്ലാന്ന് തെളിയിച്ചതിന്. മൂന്ന് സയൻറ്റിസ്റ്റുകളാണ് അത് തെളിയിച്ചത്. അതിൻ്റെ പേര് എനിക്ക് ഇപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. 2022 നോബൽ പ്രൈസ്, ഫിസിക്സിൻ്റെ നോബൽ പ്രൈസ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. അൺറിയലാണെന്ന് തെളിയിച്ചതാണ്. അപ്പം ഈ പറയുന്ന ലോകമില്ലാത്തതാണ്, പിന്നെ എങ്ങനെയാണ് മനസ്സ് ഉള്ളത്? ഇപ്പോൾ നമ്മൾ ഈ വിസിബിളായിട്ടുള്ള മാറ്റർ ഇല്ലാത്തതാണെന്ന് ഇപ്പോൾ സയൻസിന് സമ്മതമാണ്. പിന്നെയാണ് വിസിബിൾ അല്ലാത്ത മൈൻഡ് നിലനിൽക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ വേദാന്തത്തിലെ പഴയ ഒരു അനാളജി ഉണ്ടല്ലോ, ഈ റോപ്പ് ആൻഡ് സ്നേക്ക്. ഇത് ഒരു സെമി ഡാർക്ക്നെസ്സിൽ ഒരു കയറ് കഷ്ണം കിടക്കുന്നത് കണ്ടാൽ അത് പാമ്പായിട്ട് തോന്നും. ആ പാമ്പിനെ തോന്നൽ മാത്രമല്ല, അതിൻ്റെ ജാതി വരെ പറഞ്ഞു കളയും. അത് വളരെ വിഷമുള്ള ജാതിയാണ്, ഇതിനെ ഇപ്പോൾ അടിച്ചു കൊല്ലണം. അപ്പോൾ അതിനെ പാവത്തിനെ അടിച്ചു, ഈ കയറിനെ അടിച്ചു കൊല്ലാനുള്ള പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കുകയാണ് അവിടെ. സംഗതി കയറ് കഷ്ണമാണോ ലൈറ്റ് വരുമ്പോൾ അത് ക്ലിയർ ആവുന്നു. അപ്പോൾ അവിടെ സ്നേക്കേ ഇല്ല. അപ്പോൾ റോപ്പ് ഈസ് ദ ഓൺലി റിയാലിറ്റി. അവിടെ ഈ ഒരു സെമി ഡാർക്ക്നെസ്സിലുണ്ടായ ആ ഒരു തെറ്റിദ്ധാരണയാണ് അവിടെ പാമ്പ് ഉണ്ടായത്. അപ്പോൾ ആ പാമ്പ് പോലെയാണ് നമ്മൾ ഈ കാണുന്ന ലോകം. ഇതിന് ഈ കാണുന്ന രൂപത്തിലല്ല, ഇതിനൊരു റിയാലിറ്റി ഉണ്ട്. ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് ബോധമാണ്, കോൺഷ്യസ്നെസ്സാണ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സുഷുപ്തിയിൽ അവശേഷിക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഇത് ഇല്ലാത്തതാണ് എന്ന് സയൻസ് പറയുകയാണ്. അവർക്ക് ഇല്ലാത്തതാണെന്ന് പറയാനേ കഴിയുള്ളൂ. എന്താണ് സത്യമെന്ന് സയൻസ് പറയുന്നില്ല. നമ്മുടെ ആത്മീയ ആചാര്യന്മാർ, ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള ആത്മീയ ആചാര്യന്മാർ, ഇത് ഇവിടെ ഇന്ത്യൻ സേജസ് ഒരു കാലത്ത് ഇത് മായയാണെന്ന് പറഞ്ഞു. അവർ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മായയാണെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് സയൻസിന് ഇത് മായയായത്. ഇപ്പോൾ സയൻസ് ഇത് മായയാണെന്ന് പറയുന്നതേ ഉള്ളൂ, എന്താണ് സത്യമെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മുടെ ആചാര്യന്മാർ ഇത് സത്യമല്ല, ഇത് മായയാണ്, ഇതിൽ സത്യമായിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ്, ഈ കാണുന്നവനാണ് സത്യം എന്നുള്ളതാണ് അതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗം. അപ്പോൾ ഈ പ്രപഞ്ചം മായയാണ് എന്നുള്ളത് ഇന്ത്യൻ സ്പിരിച്വാലിറ്റിക്ക് ഒരു പുതിയ അറിവല്ല. വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവർ ഇത്
പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സയൻസ് ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞു. പക്ഷേ സയൻസിന് ഇപ്പോഴും എന്താണ് സത്യമെന്നുള്ളത് അറിയില്ല. അവർ പറയുന്നത് മാറ്റർ തന്നെയാണ് സത്യമെന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. മാറ്ററിൽ നിന്നാണ് ബോധമുണ്ടായത്. ഇപ്പോൾ നടക്കുന്ന വലിയ ഡിബേറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കോൺഷ്യസ്നെസ് മാറ്ററിൽ നിന്നുണ്ടായി എന്നാണ് ഫിസിക്സും സയൻസും ഒക്കെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഇത് പറയുന്നതിൻ്റെ ആ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ന്യൂറോളജിയുടെ അഡ്വാൻസ്മെൻറ്റാണ്. ഇപ്പം ന്യൂറോളജിയിൽ ഒരുപാട് നമ്മുടെ ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൊറിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ന്യൂറോൺ പാറ്റേൺസ് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ബോധത്തിൻ്റെ മാറ്ററിൽ നിന്നാണ് ബോധമുണ്ടായത് എന്ന് തെളിയിക്കാനായിട്ടുള്ളൊരു ശ്രമം ന്യൂറോളജിയിൽ കൂടി കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലാണ് പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എൻ്റെ അനുഭവങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂറോൺ പാറ്റേൺസ് സ്കാനിങ്ങിൽ കൂടിയൊക്കെ കിട്ടിയെന്നിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു ചോക്ലേറ്റ് തിന്നുന്നു. ചോക്ലേറ്റ് തിന്നുമ്പോഴുള്ള എൻ്റെ ന്യൂറോൺ പാറ്റേൺസ് ഒരു പക്ഷേ MRIയിൽ കിട്ടിയെന്നിരിക്കും. പക്ഷേ എൻ്റെ ഫസ്റ്റ് പേഴ്സൺ എക്സ്പീരിയൻസ്, ചോക്ലേറ്റ് തിന്നുമ്പോഴുള്ള എൻ്റെ അനുഭവം ഒരു MRIയിലും കിട്ടില്ല. അപ്പോൾ ഈ MRIയിൽ കിട്ടുന്നത് ന്യൂറോൺ പാറ്റേൺസിൻ്റെ ഒരു രൂപമാണ്. അത് വെച്ചുകൊണ്ട് ബോധം എന്ന് പറയുന്നത് ഈ ബ്രെയിനിൻ്റെ പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞാൽ നിൽക്കില്ല. അപ്പം നമ്മൾ ഇപ്പോഴും പറയുന്നു കോൺഷ്യസ്നെസ്സിൽ നിന്നാണ് മാറ്റർ ഉണ്ടായത്. സയൻസ് ഇപ്പോഴും പറയാൻ ശ്രമിക്കുന്നത് മാറ്ററിൽ നിന്ന് കോൺഷ്യസ്നെസ് ഉണ്ടായി എന്നുള്ളതാണ്. അതാണ് ഇത് തമ്മിലുള്ള വലിയ വ്യത്യാസം. ഇപ്പോഴും ഇത് ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ സയൻസിന് അത് കൃത്യമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് സ്പിരിച്വാലിറ്റിയുടെ നിലനിൽപ്പ്. ഒരുപക്ഷേ സയൻസ് അങ്ങനെ അല്ല, ഇത് മാറ്ററിൽ നിന്നുണ്ടായെന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയോടെ അവസാനിക്കുകയാണ്. കാരണം ഈ ബോധം ശരീരത്തിന് പുറത്താണ്. മാറ്റർ എന്ന് പറയുമ്പോൾ ശരീരം ഉൾപ്പെടെയുള്ള സംഗതികളാണ് അവിടെ വരുന്നത്. ഇപ്പോൾ ഈ എന്താണ് കോൺഷ്യസ്നെസ് ബ്രെയിനിൻ്റെ പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞാലുള്ള അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ബ്രെയിൻ ബോഡി പാർട്ടാണ്. മരിക്കുന്നതോടുകൂടി എല്ലാം അവസാനിക്കുന്നു. അപ്പോൾ ഇപ്പോൾ മെഡിക്കൽ സയൻസ് പറയുന്ന ഒരു നമുക്ക് അനുകൂലമായൊരു ഭാഗം എന്ന് പറയും, മെഡിക്കൽ സയൻസ് പോലും പറയുന്നുണ്ട് നമ്മുടെ ഈ ശരീരത്തിൻ്റെ ശരീരം ആബ്സെൻ്റ് ആകുന്നത് അല്ലെങ്കിൽ ശരീരം നശിക്കുന്നത്, സാധാരണ നമ്മൾ മരണമെന്ന് പറയുന്ന ആ ഫിനോമിന ഈസ് നോട്ട് ദി എൻഡ് ഓഫ് എവറിത്തിങ് എന്നുള്ളത് മെഡിക്കൽ സയൻസും പറയുന്നുണ്ട്. ദർ ഈസ് സംതിങ് സർവൈവിങ് ദി ക്ലിനിക്കൽ ഡെത്ത്. അപ്പോൾ ആ ക്ലിനിക്കൽ ഡെത്ത് അവിടെ ഒന്നിൻ്റെ അവസാനമല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണ്? മരിച്ചിരുന്നാലും വെന്റിലേറ്ററിൽ കിടത്താൻ പറ്റുന്നത് ഇത് ക്ലിനിക്കൽ ഡെത്ത് ഒന്നിൻ്റെ അവസാനമല്ല എന്ന് പറയുന്നതുകൊണ്ടാണ്. ഇപ്പം വെന്റിലേറ്ററിൽ കിടന്ന് രണ്ടാമത് തിരിച്ചു വരുന്നത് നേരത്തെ ഒന്നും പോയിട്ടില്ലാത്തത് കൊണ്ടാണല്ലോ. അപ്പോൾ ആ വെന്റിലേറ്റർ പോസിബിലിറ്റി പോലും മരണമില്ല എന്നുള്ളതാണ് തെളിയിക്കുന്നത്. അപ്പോൾ മറിച്ച് ഈ ബ്രെയിനിലാണ് ബോധം ഇരിക്കുന്നതെങ്കിൽ ബ്രെയിൻ ഡെത്തോടുകൂടി എല്ലാം തീരുന്നു. ശരീരത്തിൻ്റെ മരണം എല്ലാത്തിൻ്റെ അവസാനമാകുന്നു. അങ്ങനെയല്ല, ഏതോ ഒന്ന് മരണത്തെ ഈ ശരീരത്തിൻ്റെ ആബ്സെൻസിലും പ്രവർത്തിക്കുന്നുണ്ട്, അവശേഷിക്കുന്നുണ്ട് എന്ന് നമ്മുടെ സ്പിരിച്വാലിറ്റി പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാധനം മരണത്തെ അതിജീവിക്കുന്നുണ്ടെങ്കിൽ ആ അതിജീവിക്കുന്ന ഭാഗം മരണത്തിൻ്റെ പ്രോഡക്റ്റ് അല്ല, പോസ്റ്റ്മോർട്ടം സ്റ്റേറ്റ് അല്ല. മരിക്കുന്നതിന് മുമ്പ് ആ സാധനം കൂടെ ഉണ്ട്. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ആ സംഗതിയെ തിരിച്ചറിയുക എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. മരിക്കുന്നതിന് മുമ്പ് നമ്മിൽ മരണമില്ലാത്ത ഭാഗത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ദർ ഇസ് എ വെരി ഫേമസ് സെൻസ് സേയിങ്, ഇഫ് യു ഡൈ ബിഫോർ യു ഡൈ യു നെവർ ഡൈ. അതായത് മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മരിക്കുന്നതിന് മുമ്പ് മരണമില്ലാത്ത നമ്മുടെ ഭാഗവുമായിട്ട് നമുക്ക് ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് മരണമില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രകാശത്തിനേക്കാൾ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ചിന്തയുമായി നമ്മൾ ജീവിക്കുമ്പോൾ ഈ വേഗത
ഇല്ലാതാക്കാൻ, ചിന്തകളിൽ വേഗത ഇല്ലാതാക്കാൻ, എന്താണ് സീറോ വേഗതയാക്കാൻ. ചിന്തകളുടെ വേഗതയും ചിന്തകളുടെ വേഗത കുറവും ഒന്നും നമ്മെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം ചിന്തകൾ നമ്മിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്, നമ്മളല്ല. അപ്പോൾ അത് നമ്മളല്ല എന്ന് തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് അവിടെ ചെയ്യേണ്ടത്. ഇപ്പോൾ ശരീരത്തിൻ്റെ ചലനങ്ങളായിരുന്നാലും ഈ പറഞ്ഞ മനസ്സിൻ്റേതായ ചിന്തകളുടെ ആ ട്രാഫിക്കായിരുന്നാലും അതൊന്നും നമ്മളല്ല എന്ന് തിരിച്ചറിയുമ്പോൾ ചിന്തകളുടെ അവിടെ സീറോ സ്പീഡാകുന്നു, സീറോ വെലോസിറ്റി ആകുന്നു. അതല്ലാതെ സ്പീഡ് കണ്ട് നമ്മൾ അമ്പരക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് നോട്ട് യു ആർ നോട്ട് ദ ബോഡി, യു ആർ നോട്ട് ദ മൈൻഡ് എന്നുള്ളതാണ് അദ്വൈതത്തിൻ്റെ ബാലപാഠം. നിങ്ങൾ ശരീരമല്ല, നിങ്ങൾ മനസ്സല്ല എന്നുള്ളതാണ് തുടക്കം. അപ്പം നിങ്ങൾ ശരീരമല്ല എങ്കിൽ ഈ മനസ്സിൻ്റെ ചിന്തകളുടെ എണ്ണം കൂടുന്നു, അത് ശാന്തമാണോ അത് ശാന്തമല്ലയോ എന്നൊന്നും അറിയേണ്ട കാര്യമില്ല. അത് നമ്മളല്ല എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ എൻ്റെ മനസ്സ് ശാന്തമല്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ അവിടെ ഉത്തരമുണ്ടല്ലോ, എൻ്റെ മനസ്സെന്നാണ് പറയുന്നത്, ഞാനല്ല. അപ്പം ഞാൻ വേറെയാണെങ്കിൽ പിന്നെ എൻ്റെ മനസ്സ് ക്വയറ്റാണോ ക്വയറ്റല്ലേ എന്നുള്ള ഒരു വിഷയമേ ഇല്ല. അത് സ്പീഡിന് പോയിക്കൊണ്ടിരിക്കുന്നോ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നോ എന്നുള്ളതൊന്നും നമ്മൾ അറിയേണ്ട ഭാഗമേ അല്ല. കാരണം ഇറ്റ് ഈസ് നോട്ട് യു. അപ്പോൾ ആ അറിവ് ശക്തമാകണം, അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം, അതിൽ നിൽക്കാൻ പറ്റണം. അതല്ലെങ്കിൽ മനസ്സ് അതിൻ്റേതായ രീതിയിൽ നമ്മളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകും. നമ്മൾ വേറെ എന്തൊക്കെയാണെന്നും അല്ലെങ്കിൽ ചിന്ത നമ്മളാണെന്നും ഒക്കെ നമുക്ക് തോന്നി തുടങ്ങും. അതാണല്ലോ ഈ ജീവിതത്തിൻ്റെ അപകടം. ഇപ്പം നമ്മളല്ലാത്തതിനെ നമ്മളായിട്ട് നമ്മൾ കരുതുന്നത് കൊണ്ടാണ് ജീവിതത്തിലെ വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. മനസ്സ് എന്ന് പറയുന്നത് ഇല്ല എന്നാണിപ്പോൾ മനസ്സിലായത്. ഇപ്പോൾ മായയെപ്പറ്റി സ്വാമി സൂചിപ്പിച്ചു, അതെന്താണ്? മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ മരുഭൂമിയിൽ നടന്നു പോകുമ്പോൾ ജലമുള്ളതായിട്ട് തോന്നുന്നുണ്ട്, അവിടെ അങ്ങനെ ഒരു സാധനമില്ല. അതൊരു ഓപ്റ്റിക്കൽ ഇല്യൂഷനാണ്. ഇപ്പോൾ നമ്മൾ സിനിമ കാണുന്നു, സിനിമയുടെ സത്യം എന്ന് പറയുന്നത് എന്താണ്? സ്ക്രീനാണ്. മറ്റേ സാധനം ഈ വരുന്ന മൂവി എന്ന് പറയുന്നത് സത്യമല്ലാത്തതാണ്, മായയാണ്. അപ്പം ഒരു സംഗതി മായയാണെന്ന് പറഞ്ഞാൽ ആ കാണുന്ന രീതിയിലല്ല അതിൻ്റെ അവസ്ഥ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ വേ ഇറ്റ് അപ്പിയേഴ്സ് ടു ബി. ഈ പ്രത്യക്ഷപ്പെടുന്ന രീതിയിലല്ല, അതിനൊരു സത്യമുണ്ട്. ആ സത്യത്തെയാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഒരു സംഗതി മായയാണെന്ന് പറയുമ്പോൾ അങ്ങനെ മായയാണെന്ന് പറഞ്ഞ് എഴുതി തള്ളിയിട്ടൊരു കാര്യമില്ല. അതിലെന്താണ് സത്യം എന്നുള്ളതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്. അപ്പോൾ എന്താണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇല്ല എന്നുള്ള തോന്നലുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ലോകത്തുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ പാമ്പെന്ന് പറഞ്ഞൊരു അവിടെ ഒരു സ്നേക്ക് ഇല്ല. അപ്പോൾ ആ സ്നേക്ക് എന്ന് പറയുന്ന മായയാണ്, അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്ന റോപ്പാണ്. സ്വാമിജി, അങ്ങയോട് എനിക്ക് വേറൊരു സംശയം ചോദിക്കാനുള്ളത്, ഗുരുദേവനുമായിട്ട് ദർശനം കുറേശ്ശെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ പൂർണ്ണമായ ഒരു അഹിംസയാണ് ഗുരുദേവൻ എന്ന് എനിക്ക് മനസ്സിലാവുകയും ശ്രീബുദ്ധനും അതേ അഹിംസ തന്നെയാണ്. അപ്പോൾ ശ്രീബുദ്ധൻ്റെ അഹിംസയും ശ്രീനാരായണ ഗുരുദേവൻ്റെ അഹിംസയും ഈ ഹിംസാത്മകമായ ജീവിതം നയിച്ച കൃഷ്ണൻ്റെയും ശ്രീരാമചന്ദ്രൻ്റെയും ദർശനങ്ങളുമായി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു താരതമ്യം മനസ്സിലാക്കാൻ? അവിടെ താരതമ്യമല്ല, നമ്മളിപ്പോൾ അവിടെ വേണ്ടതൊരു ക്ലാരിഫിക്കേഷനാണ്. ഹിംസ അല്ലെങ്കിൽ ഇപ്പോൾ അഹിംസ എന്ന് പറയുന്നത് ദാർശനികമായിട്ട് നിലനിൽക്കുന്ന ഒരു സംഗതിയല്ല, സദാചാരത്തിൻ്റെ ഭാഗമാണ്, മൊറാലിറ്റിയുടെ ഭാഗമാണ്. മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കുമ്പോൾ പാലിക്കേണ്ടുന്ന ഒരു നിയമമാണ്. അല്ലാതെ സത്യത്തെ അറിയുന്നതും അറിയാത്തതുമായിട്ട് ഇതിനെ മിക്സ് ചെയ്യാനൊക്കെ ഇല്ല.
ഇത് ഒരു മൊറാലിറ്റിയുടെ ഭാഗമായിട്ടാണ് മറ്റുള്ളവർക്ക് വിഷമമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യരുത്. അപ്പോൾ ആ സത്യത്തെ അറിഞ്ഞ ഒരാളിൻ്റെ വാസ്തവത്തിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം ആ സത്യത്തെ അറിയുന്ന ഒരാൾ, ഗുരുവിൻ്റെ തന്നെ കൺസെപ്റ്റ് പറയാം, അവൻ ഇവനെ അറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. അപ്പോൾ അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരുടെ സുഖത്തിനായി വരയണം. ഈ അവരെന്നെ എന്നൊക്കെ വിചാരിക്കുന്നത് നമ്മൾ ഒന്നാണ്, അല്ലെങ്കിൽ അവൻ ഇവൻ അന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം എന്നുള്ള അറിവാണ് അവിടെ വേണ്ടത്. ആ അറിവുണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ അവരൻ ഇല്ല എങ്കിൽ പിന്നെ അവിടെ ഹിംസിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. അവരൻ മറ്റേ ആളിപ്പോൾ ബാഗിലേൻ എന്നിൽ നിന്നും അന്യമല്ല, ഞാൻ തന്നെ എൻ്റെ തന്നെ ഒരു എഡിഷനാണ് എന്നുള്ള ഞാൻ തിരിച്ചറിഞ്ഞാൽ എനിക്ക് എന്നെ ഹിംസിക്കാൻ പറ്റുമോ? ആ അറിവാണ് വേണ്ടത്. അതല്ലാതെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റവനും കൂടെ സുഖത്തിനായി വരണമെന്ന് പറഞ്ഞാൽ നിൽക്കില്ല. അത് അവൻ്റെ സുഖമാവില്ല. കാരണം ഇപ്പോൾ എൻ്റെ അയൽക്കാരന് സുഖം ഉണ്ടാകുന്നതാണ് എങ്കിൽ എനിക്ക് അത് വിഷമാണ്. കാരണം അവൻ്റെ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ആ രീതിയിലൊന്നും ആരെയും സന്തോഷിപ്പിക്കാൻ ഒക്കില്ല. അപ്പോൾ അവിടെ വേണ്ടത് ഈ അറിവാണ്. ഏതറിവ്? ഇതെല്ലാം ആദിമമായ ഒരു ആത്മരൂപം. നമ്മുടെ എല്ലാം സ്ക്രീൻ ഒന്നാണ്. നമ്മുടെ മൂവി വ്യത്യസ്തമായിരിക്കാം, ആ സ്ക്രീൻ ഒന്നാണ്. നമ്മൾ ആ സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. നമ്മുടെ ബോധം ഒന്നാണ്, അതിൻ്റെ കണ്ടൻറ്റ് നമ്മൾ ഷെയർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഹിറ്റ്ലറുടെ ഈ അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി കൂടെ ഉണ്ട്. ഈ കണ്ടൻസ് ഓഫ് ദ കോൺഷ്യസ്നെസ് രണ്ടും വ്യത്യസ്തമാണ്. അത് കൃത്യമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റണം. ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എല്ലാവർക്കും സെയിമാണ്. കണ്ടൻസ് ഈസ് വേരിയിങ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അപ്പോൾ ഹിറ്റ്ലറുടെ കണ്ടൻസ് ഓഫ് ദ കോൺഷ്യസ്നെസ്സും മദർ തെരേസയുടെ കണ്ടൻസ് ഓഫ് ദ കോൺഷ്യസ്നെസ്സും വ്യത്യസ്തമാണ്. പക്ഷേ അവരുടെ കോൺഷ്യസ്നെസ് ഈസ് ദ സെയിം. ആ ഭാഗത്ത് വ്യത്യാസമില്ല. ഇപ്പോൾ ഹിംസയുടെ കേസ് ഇത് തന്നെയാണ്. ഹിംസ ഒരു സദാചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഇൻസിസ്റ്റൻസാണ്. അല്ലാതെ ആത്മീയതയ്ക്ക് ദാർശനികമായിട്ട് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ആത്മീയതയിൽ നമ്മൾ അന്യനില്ല, ഈ അതർ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഇല്ല. നമ്മൾ തന്നെയാണ് എല്ലാത്തിൻ്റെയും ആദിമമായ രൂപം നമ്മൾ തന്നെയാണ്. അല്ലെങ്കിൽ പറഞ്ഞ മാതിരി സ്ക്രീൻ ഈസ് ദ സെയിം. നമ്മൾ സ്ക്രീനാണ്. മൂവി വ്യത്യസ്തമായിരിക്കാം. കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ സദാചാരത്തിൻ്റെ ഒക്കെ ആവശ്യം വരുന്നില്ല. കണ്ടൻസിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ സദാചാരത്തിൻ്റെ ഹിംസയുടെയും അഹിംസയുടെയൊക്കെ പ്രസക്തി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോഴേ സ്വാമിജി ഒരു 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 സംശയം കൂടെ ചോദിക്കാനല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വാമിജി പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത്, ശ്രീരാമൻ രാവണനെ അല്ല കൊന്നത്, ശ്രീരാമനെ തന്നെ. അങ്ങനെ പറയേണ്ടി വരും ദർശനം. കാരണം ഈ രാമായണത്തിൻ്റെയൊക്കെ നമ്മൾ എടുക്കുമ്പോഴുള്ളത്, രാമായണം മഹാഭാരതം ഒക്കെ മിത്തിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീതയൊക്കെയാണ് ദാർശനികമായിട്ട് നിലനിൽക്കുന്നത്. മറ്റേതിപ്പോൾ രാവണൻ കൊന്നു മരിച്ചു എന്നൊക്കെ പറയുന്നത് അത് പുരാണത്തിൻ്റെ ഒരു എപ്പിസോഡ്, ഒരു കഥ എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ രാവണൻ കൊന്നോ കൊന്നില്ല, അല്ലെങ്കിൽ തന്നെ ഇവിടെ കൊന്നില്ല എന്ന് പറയുന്നത് ഇവിടെ ആർക്കും ജനനവും മരണവും ഇല്ല എന്നുള്ളത് ബേസിക്കാണ്. ജനനവും മരണവും ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം പൊളിയില്ലേ. അപ്പം മരണമില്ല, അപ്പം കൊന്നുവെന്ന് പറഞ്ഞാൽ നിൽക്കത്തില്ല. അപ്പം അതാണ് ഞാൻ പറഞ്ഞ ഈ പുരാണവും ദാർശനിക കൃതികളുമായിട്ടൊക്കെ വളരെ വൈരുദ്ധ്യങ്ങളുണ്ട്. രാമായണത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ സദാചാരത്തിൻ്റെ ഭാഗത്തൊക്കെ നിൽക്കേണ്ടി വരും. മറിച്ച് അദ്വൈതത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എടുത്താൽ അപരൻ എന്ന് പറയുന്നതില്ല. എല്ലാം കോസ്മിക് ഇവൻ്റാണ്. അല്ലാതെ എനിക്ക് പ്രത്യേകമായിട്ടൊന്നും ചെയ്യാനില്ല. ആ പ്രകൃതിയുടെ ഒരു പ്രവർത്തനമാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ കൊന്നു എന്ന് പറഞ്ഞാലും ജനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മരണമെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഡിസപ്പിയറൻസാണ്. ശരീരത്തിൻ്റെ ഡിസപ്പിയറൻസ് എന്ന് നമ്മൾ പറയുമ്പോൾ ശരീരത്തിൻ്റെ അപ്പിയറൻസ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ശരീരത്തിൻ്റെ അപ്പിയറൻസ് നമ്മൾ കണ്ടാലേ ജനനം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ജനനം നമ്മളാരും നമ്മുടെ ജനനം കണ്ടിട്ടില്ല. നമ്മുടെ ജനനം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് മരണവും ഇല്ല, ജനിച്ചാലല്ലേ മരിക്കുകയുള്ളൂ. നമ്മുടെ ജനനം നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ
പാരൻസും നമ്മുടെ കൾച്ചറും നമ്മുടെ സൊസൈറ്റിയും ഒക്കെയാണ് ജനിച്ചു എന്ന് പറയുന്നത്. അവർ ജനിച്ചു എന്ന് അവരോട് ആര് പറഞ്ഞു? അവർക്ക് മുമ്പുള്ള ജനറേഷൻ പറഞ്ഞു. അപ്പോൾ ഒരു വലിയ നുണയാണത്, നുണയിലാണിത് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ ജനനം നമ്മൾ സാക്ഷിയല്ല, നമ്മൾ കണ്ടിട്ടില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ബോധം അവിടെ ഉണ്ടായിരുന്നു. ആ ബോധത്തിൽ ഇന്ന് വരെ ആ ബോധം എവിടെ തുടങ്ങിയെന്ന് പറയാൻ കഴിയുകയുമില്ല. അത് ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണ്, ഒരു നോൺ സ്റ്റോപ്പ് പ്രോസസ്സാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ബോഡി പ്രത്യക്ഷപ്പെടുന്നു, അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ ആ പ്രത്യക്ഷമാകുന്ന ഭാഗത്തെയാണ് ജനനം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ബോഡിയെല്ലാം എന്ന് അറിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ എപ്പോഴും വന്നു എപ്പോഴും പോകുന്നു എന്നുള്ളത് നമ്മൾ ബോധറിയേണ്ട കാര്യമില്ലല്ലോ. ഈ സ്പിരിച്വാലിറ്റിയിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ ധ്യാനം. അപ്പം ധ്യാനവും ധ്യാനിക്കുന്നവനും തമ്മിലുള്ള ഒരു എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവിടെ ഈ ധ്യാനിക്കുന്നവൻ തന്നെയാണ് ധ്യാനം. റിയൽ മെഡിറ്റേഷൻ ഈസ് വാട്ട് യു ആർ, നോട്ട് വാട്ട് യു ആർ ഡൂയിങ്. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മെഡിറ്റേഷൻ ഈസ് നോട്ട് വാട്ട് യു ആർ ഡൂയിങ്, ഇറ്റ് ഈസ് വാട്ട് യു ആർ. നിങ്ങളായിട്ടിരിക്കുന്നതാണ് ധ്യാനം. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഈസ് ആബ്സല്യൂട്ട്ലി അൺഇമ്പോർട്ടൻറ്റ്. എന്തും ചെയ്യാം, ചെയ്യാതിരിക്കാം, ഇറ്റ്സ് യുവർ ഓപ്ഷൻ. പക്ഷേ നിങ്ങളായിട്ടിരിക്കുമ്പോൾ ധ്യാനമാകുന്നു. നിങ്ങളാണ്, അത് മറ്റൊരു കാര്യം. ധ്യാനിക്കാതിരിക്കുമ്പോഴും നിങ്ങൾ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ധ്യാനം എന്താണെന്ന് ചോദിച്ചാൽ ആ ബ്രാക്കറ്റ് ചെയ്യുമല്ലോ, നമ്മൾ ചില എഴുതിക്കൊണ്ട് പോകുന്ന കൂട്ടത്തിൽ കുറച്ച് സാധനം ബ്രാക്കറ്റിൽ ഇടുമല്ലോ. അപ്പോൾ ഈ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ബ്രാക്കറ്റിൽ ഇടുന്നതാണ് ധ്യാനം. ഈ പുരാണങ്ങളെ എല്ലാം അദ്വൈതം നിഷേധിക്കുന്നുണ്ടോ? അതോ നിഷേധിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. അതൊക്കെ ഓരോ മനുഷ്യരുടെയും വളർച്ചയുടെ ഓരോ ഘട്ടത്തിൽ ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ അവിടെ നിഷേധിക്കേണ്ട കാര്യം വരുന്നില്ല. ഇപ്പം നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കുന്നു, പാവയെ വെച്ച് കളിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഈ പാവകൾ ഇനി ഉപയോഗിക്കുന്നില്ല, ഇതിൻ്റെ ഒരു അർത്ഥശൂന്യത എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ പാവകളെല്ലാം ഇന്ന് മുതൽ ഉപേക്ഷിക്കുകയാണെന്ന് ഏതെങ്കിലും കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു സമയത്ത് അത് വെച്ച് കളിക്കുന്നു. അതിൻ്റെ ഒരു യൂട്ടിലിറ്റി ഇല്ലാതാകുമ്പോൾ അത് നമ്മൾ വിട്ടങ്ങ് പോവുകയാണ്. അതുപോലെ രാമായണം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിഷേധിക്കാൻ പറ്റില്ല. നമ്മുടെ ആ എവല്യൂഷൻ പ്രോസസ്സിൻ്റെ ഒരു ലെവലിൽ ഇതിനെല്ലാത്തിനും പ്രസക്തിയുണ്ട്. അത് കഴിയുമ്പോൾ തന്നെ മാറിപ്പോകും എന്നുള്ളതാണ്. മരണവും സമാധി എന്താണ്? അല്ല, അത് മരണത്തിൻ്റെ മറ്റൊരു വാക്കെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ സമാധി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അത് ടെക്നിക്കലായിട്ടുള്ള മരണത്തിന് ഇപ്പോൾ എന്താണ്, രാജാവ് നാട് നീങ്ങി, ആന ചരിഞ്ഞു, ബിഷപ്പിന് മറ്റേ എന്താണ് അവരുടെ കാലം ചെയ്തു എന്നാണ് പറയുക. അപ്പോൾ സന്യാസിമാർ മരിക്കുന്നതിന് സമാധി എന്ന് പറയുന്നു. അപ്പോൾ മരിക്കുക എന്ന് വെച്ചാൽ ശരീരമില്ലാതാകുന്ന അവസ്ഥയ്ക്ക്. അല്ലാതെ ഇപ്പോൾ സമാധി എന്നുള്ള വാക്ക് യോഗശാസ്ത്രത്തിലെ അവസാനത്തെ അംഗമാണ്. അഷ്ടാംഗ യോഗത്തിൻ്റെ അവസാനത്തെ അംഗമാണ് സമാധി എന്ന് പറയുന്നത്. അതായത് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. സമാധി എന്ന് പറയുന്നത് ഈ അഷ്ടാംഗ യോഗത്തിൻ്റെ അവസാന ഭാഗം, അവസാന അംഗമാണ്. അപ്പോൾ ആ ധ്യാനിക്കുന്നവനില്ലാതാകുമ്പോൾ, അതായത് അയാളാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് സമാധി. നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ യഥാർത്ഥ ധ്യാനം എന്ന് പറയുന്നത് വാട്ട് യു ആർ. അപ്പോൾ ആ നമ്മളാകുന്ന അവസ്ഥയാണ് സമാധി. ഈ ഒരു ധ്യാന സാധകർക്ക് വേണ്ടി ഒരു ധ്യാന കഥ പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമെന്നുള്ളതല്ലാതെ എന്താണ്, നമ്മളാണെന്ന് അറിയുമ്പോൾ
നമ്മളല്ലാത്ത സംഗതികൾ നമ്മെ വിട്ടുപോകും. ഇപ്പോൾ ഞാൻ ചെയ്യാത്തൊരു കുറ്റത്തിന് പോലീസ് എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുകയാണ് എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഏതോ ഒരു ഘട്ടത്തിൽ പോലീസിന് മനസ്സിലായി ഞാനല്ല ഈ ബന്ധപ്പെട്ട പ്രതി, ഞാൻ നിരപരാധിയാണ് എന്ന് പോലീസിന് മനസ്സിലാവുകയും പോലീസ് നമ്മളോട് പറയുകയും ചെയ്യും നിങ്ങളെ തെറ്റിദ്ധരിച്ചാണ്, നിങ്ങളല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു റിലീഫുണ്ട്. അപ്പോൾ ഈ പറയുന്ന സംഗതികളൊന്നും നമ്മളല്ല, ശരീരവും മനസ്സും ഒന്നും ഞാനല്ല എന്നറിയുമ്പോൾ ആ ഒരു റിലീഫ് തന്നെയാണ് ഉണ്ടാകുന്നത്. ഒന്നും ഞാനല്ല. അപ്പോൾ ഒരുപാട് ട്രാജഡികളിൽ നിന്നും നമ്മളൊന്നും ചെയ്യാതെ തന്നെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു തിരിച്ചറിവ് നമ്മെ മുക്തനാക്കുന്നു. ദാറ്റ് ഈസ് ലിബറേഷൻ. ഈ ലിബറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈഗോയിൽ നിന്നുള്ളതല്ല. ഈ ലിബറേഷൻ ഈഗോയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ഉള്ള അപകടം ഈഗോ ഉണ്ടെന്ന് അംഗീകരിക്കേണ്ടി വരും. അതും ഈ പറഞ്ഞ സ്നേക്ക് പോലെയാണ്, അങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പോൾ അതിൽ നിന്ന് ലിബറേഷൻ വേണ്ട. അപ്പോൾ എന്തെന്നാണ് ലിബറേഷൻ വേണ്ടത്? ആ ഒരു ബിലീഫ്, ആ ഒരു വിശ്വാസം. ഈ അഹങ്കാരം എന്ന് പറയുന്ന സാധനമുണ്ട്, പാപമുണ്ട്, കുറ്റമുണ്ട്, മൊറാലിറ്റി ഉണ്ട് എന്നൊക്കെയുള്ള വിശ്വാസത്തിൽ നിന്നാണ് ലിബറേഷൻ വേണ്ടത്. അല്ലാതെ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ല അവിടെ. ലിബറേഷൻ ഫ്രം ദ ബിലീഫ്സ് എന്നുള്ളതാണ്. അല്ലാതെ ഈ ഈഗോ ഒന്നും അവിടെ ഇല്ല. ഈഗോയിൽ നിന്ന് ലിബറേഷൻ വേണ്ട കാര്യമില്ല. അഹങ്കാരത്തിൽ നിന്നും ഒരു മോചനവും വേണ്ട. ഈ ആ വിശ്വാസത്തിൽ നിന്നാണ് മോചനം വേണ്ടത്. മൗനത്തെക്കുറിച്ച് മൗനം ഏറ്റവും പവർഫുൾ ലാംഗ്വേജാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് മൗനമായിരിക്കണം. കാരണം ദാറ്റ് ഈസ് എ മോസ്റ്റ് പവർഫുൾ, മോസ്റ്റ് ഇഫക്റ്റീവ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ മൗനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൗനമായിട്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ മൗനമെന്ന് പറയുന്നത് ഒരു ബലപ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എന്നുള്ള രീതിയിലല്ല വരേണ്ടത്. ഇറ്റ് ഈസ് ഹാപ്പനിങ് ആസ് എ കോൺസിക്വൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു കോൺസിക്വൻസാണ് മൗനം എന്ന് പറയുന്നത്. കാര്യം മനസ്സിലാകുമ്പോൾ മിണ്ടാതായിപ്പോകും. അതല്ലാതെ കടിച്ചു പിടിച്ച് മൗനമായിട്ടിരിക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ അതൊരു നമുക്കൊരു പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ ചെയ്യാമെന്നുള്ളതല്ലാതെ മൗനം ഈസ് ദ കോൺസിക്വൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഗുരുദേവൻ, ശ്രീനാരായണ ഗുരുദേവൻ ധാരാളം കൃതികൾ നമുക്കായി നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും സ്വാമിയെ സ്വാധീനിച്ചതുമായ കൃതികൾ ഒന്ന് പറയാമോ സ്വാമിജി? ഈ കൃതികൾ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞൊരു സംഗതിയുണ്ട്. ഇപ്പോൾ ഗുരു ജനിച്ച അന്ന് മുതൽ ഗുരുദേവനായില്ല. അപ്പോൾ അദ്ദേഹം ഗുരുദേവനാകുന്ന ആ ഓരോ ഘട്ടത്തിലും ഓരോ സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് എല്ലാം നമുക്ക് ആ കറസ്പോണ്ടിങ് സ്ഥലത്ത് മാത്രമേ പ്രസക്തിയുള്ളൂ. അല്ല അത് ഒന്നും ജീവിതകാലം മുഴുക്കെ എല്ലാവർക്കും എല്ലാ കാലത്തും പ്രസക്തിയുള്ള കാര്യങ്ങളാണ്. അത് മറിച്ച് ആത്മോദയ ശതകത്തിലോട്ട് വരുമ്പോൾ അത് ഒരു അവസാനമായിട്ടൊക്കെ പറയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ള ഒരു കൃതി ആത്മോദയ ശതകം തന്നെയാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, ആത്മോപദേശവും ദൈവദശവും ഉണ്ട്. ആത്മോപദേശ ശതകം എന്ന് പറയുന്നത് ഒരു ആൻറ്റിബയോട്ടിക്കാണ്. ഈ ദൈവദശകം എന്ന് പറയുന്നത് വിറ്റാമിൻ ടാബ്ലറ്റാണ്. അപ്പം നല്ല ഒരു ഫിസിഷ്യൻ ഒരിക്കലും ആൻറ്റിബയോട്ടിക് മാത്രം പ്രിസ്ക്രൈബ് ചെയ്യില്ല, കുറച്ച് വിറ്റാമിൻ ഗുളികകളും കൂടെ പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പോൾ ആത്മോപദേശ ശതകം ഈസ് ലൈക്ക് എൻ ആൻറ്റിബയോട്ടിക് ആൻഡ് ദൈവദശകം ഈസ് ലൈക്ക് വിറ്റാമിൻ ടാബ്ലറ്റ്സ്. ഇത് രണ്ടും കൂടെ നമ്മൾ അതിൻ്റെ ശരിയായ ഡോസിൽ ഉപയോഗിച്ചാൽ ലിബറേഷൻ ഈസ് പോസിബിൾ. അപ്പോൾ വിശ്വാസവും അന്വേഷണവും തമ്മിൽ ഉള്ള ബന്ധത്തെ എങ്ങനെയാണ് സ്വാമി?
അത് വിശ്വാസവും അന്വേഷണവും എന്ന് പറയുന്നതിനേക്കാളും വിശ്വാസവും അനുഭവവും എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ കറക്റ്റ്. കാരണം ഈ അനുഭവത്തിൻ്റെ ഒരു സ്കേഴ്സിറ്റിയാണ് വിശ്വാസത്തിൻ്റെ പ്രസക്തി. അനുഭവം ആണ് നമുക്ക് വേണ്ടത്. അനുഭവത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരിക്കലും വിശ്വാസത്തെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ പൂവർ സബ്സ്റ്റിറ്റ്യൂട്ട്. വിശ്വാസം എന്ന് പറയുന്നത് അനുഭവത്തിനെ ഒഴിവാക്കാനോ അനുഭവത്തിൻ്റെ ഒരു ലാക്കോ ആണ്. അനുഭവമാണ് നമുക്ക് വേണ്ടുന്നത്. അനുഭവമുള്ള കാര്യങ്ങളെ വിശ്വസിക്കേണ്ട കാര്യം വരുന്നില്ല. ഇപ്പോൾ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. ഇറ്റ്സ് അവർ എക്സ്പീരിയൻസ്. സോ എക്സ്പീരിയൻസ് ഇല്ലാതെ വരുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ ആവശ്യം വരുന്നത്. ആ വിശ്വാസം ഒരിക്കലും നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു കാര്യവും ഇന്നുവരെ സത്യമായിട്ടില്ല. ഇപ്പോൾ ഈ ഒരു കാലത്ത് ഭൂമിക്ക് ചുറ്റും ഇതെല്ലാം വലം വയ്ക്കുന്നു എന്ന് വിശ്വാസമായിരുന്നു. അനുഭവത്തിൽ അതല്ലല്ലോ. സുഖവും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. വാട്ട് ഈസ് ഹാപ്പിനെസ്? ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ള മനസ്സിലാക്കിയാൽ മറ്റേ വേർഡുകൾ തമ്മിലുള്ളത് അഡ്ജക്റ്റീവായിട്ടും പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരെണ്ണം മനസ്സിലാക്കിയാൽ രണ്ടും 2 in 1 ആണ്. ഈ അല്ലാതെ അവിടെ വ്യത്യാസം വരുന്നില്ല. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ആണ് നമ്മൾ അറിയേണ്ടത്. അതാണല്ലോ ഈ ലോകത്ത് മനുഷ്യർക്കെല്ലാം വേണ്ടത്, ഹാപ്പിനെസ്സാണ്. അപ്പോൾ ഹാപ്പിനെസ് അന്വേഷിക്കുന്നതിൽ തകരാറൊന്നുമില്ല. പിന്നെ അന്വേഷിക്കുമ്പോൾ കൃത്യമായിട്ട് അത് എവിടെ താമസിക്കുന്നു അല്ലെങ്കിൽ എവിടെയാണ് അതിനെ ലൊക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ള അറിവുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ തെറ്റായ സ്ഥലത്ത് അന്വേഷിച്ചാൽ ദുരിതങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത്. മറിച്ച് ഹാപ്പിനെസ്സിൻ്റെ ഉറവിടമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ശാസ്ത്രമെല്ലാം പറയുന്നത് നീ തന്നെയാണ് ഹാപ്പിനെസ്. മീൻസ് ഈ എന്താണ് നമ്മുടെ ശരിക്കുള്ള നമ്മളെന്ന് പറയുന്നത് ആനന്ദത്തിൻ്റെ ഉറവിടമാണ്. അപ്പോൾ നമ്മൾ നമ്മളായിരിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് സന്തോഷമുണ്ടായിരിക്കും, നമ്മൾ ആനന്ദത്തിലായിരിക്കും, നമ്മൾ സമാധാനത്തിലായിരിക്കും. കാരണം ഇതെല്ലാം പരമമായ സത്യത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. ആനന്ദമെന്ന് പറയുന്നത് നമ്മുടെ ഒരു റിസൾട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു എഫർട്ടിൻ്റെ റിസൾട്ടല്ല, മറിച്ച് നമ്മളതാണ്. അപ്പം നമ്മൾ ഇതിനെ അന്വേഷിക്കേണ്ടി വരുന്നത് ഈ നമ്മളിൽ നിന്നും നമ്മൾ ഡിവോഴ്സ് ചെയ്യുമ്പോൾ, വേർപെടുമ്പോഴാണ് ഇതിനെ അന്വേഷിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ അന്വേഷിക്കുന്ന വാസ്തവത്തിൽ എന്താണ്? നമ്മളിൽ സന്തോഷമാണ്. ആ സന്തോഷത്തിൽ നിന്നും നമ്മൾ ഡിസ്കണക്റ്റ് ആകുമ്പോൾ നമ്മൾ സന്തോഷത്തെ അന്വേഷിക്കേണ്ടി വരുന്നു. അതർവൈസ് നമ്മളായിട്ട് നിൽക്കുകയാണെങ്കിൽ സന്തോഷത്തിൻ്റെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സന്തോഷം അന്വേഷിക്കുന്നു എന്നുള്ള വ്യാജേന നമ്മൾ വാസ്തവത്തിൽ അന്വേഷിക്കുന്നത് നമ്മളെയാണ്. അവിടെ നിന്ന് വിട്ടത് കൊണ്ടാണ് ഇതിനെ അന്വേഷിക്കേണ്ടി വരുന്നത്. അതാണ് ഈ മറ്റേ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോഴാണ് അവർക്ക് ഏദൻ തോട്ടത്തിൻ്റെ ശരിക്കുള്ള വാല്യൂ മനസ്സിലായത്. അപ്പോൾ പിന്നെ അത് അന്വേഷിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ തിരിച്ചെത്തുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ പ്രോഡിഗൽ സൺ എന്ന് ബൈബിളിൽ പറയുമല്ലോ, മുടിയനായ പുത്രൻ. ഇത് വെളിയിലൊക്കെ അന്വേഷിച്ച് തിരിച്ചെത്തുമ്പോൾ ആ പ്രക്രിയയാണ് മുടിയനായ പുത്രൻ തിരിച്ചെത്തുന്നതാണ്. വീണ്ടും നമ്മൾ ഏദൻ തോട്ടത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് പ്രോഡിഗൽ സണ്ണിൻ്റെ മെസ്സേജ്. അതുമാതിരി നമ്മൾ ഈ അന്വേഷിച്ചിരിക്കുന്ന സംഗതി നമ്മൾ തന്നെയാണ്, നമ്മളെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അത് നമ്മൾ തിരിച്ചെത്തുമ്പോൾ സന്തോഷം പുനഃസ്ഥാപിക്കപ്പെടുന്നു. അല്ല, സന്തോഷം ഈസ് നോട്ട് ദി റിസൾട്ട് ഓഫ് യുവർ എഫർട്ട്. ഇറ്റ് ഈസ് ആൾവേസ് ഓൾറെഡി ദെയർ. യു ആർ ഹാപ്പിനെസ്. You are the happiness that you are seeking, you are searching. ഈ മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ള മടിയും അതേപോലെ തന്നെ അതിൻ്റെ ഫലമായി ഈ അന്വേഷണമില്ലായ്മയുണ്ടല്ലോ, അതൊന്ന് അല്ല. ഇപ്പോൾ ഈ മടി എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ളത് അതിനെ പറയുമ്പോൾ മടി തന്നെയാണ്. പക്ഷേ ഇറ്റ്സ് എ ഹോളി ലേസിനെസ്, ഡിവൈൻ ലേസിനെസ് എന്ന് പറയേണ്ടി വരും. ഇറ്റ് ഈസ് ഡിവൈൻ ലേസിനെസ്.
ബേസിക്കായിട്ട് സ്പിരിച്വാലിറ്റി ലേസേഴ്സ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ഹോളി, ഇറ്റ് ഈസ് ഡിവൈൻ. ഈ ചലനം എന്നത് എവിടെ നിൽക്കുന്നു, നിലനിൽക്കുന്നു, നിശ്ചലത എവിടെ നിലനിൽക്കുന്നു എന്നുള്ളതൊന്ന് വിശദീകരിക്കുമോ സ്വാമിജി? അല്ല, ഇവിടെ ഈ നിശ്ചലമായിട്ടുള്ളത് ഇത് രണ്ടുമല്ല. എങ്ങനെയാണ് ചലനത്തെ തിരിച്ചറിയുന്നത്? അതേ ടൂൾ ഉപയോഗിച്ച് തന്നെയാണ് നിശ്ചലതയും തിരിച്ചറിയുന്നത്. അപ്പോൾ ചലനം ഈസ് ബിക്കമിങ് ദി ഓപ്പോസിറ്റ് ഓഫ് നിശ്ചലത, നിശ്ചലത ഈസ് ബിക്കമിങ് ദി ഓപ്പോസിറ്റ് ഓഫ് ചലനം. അപ്പോൾ ഇത് രണ്ടിനെയും നമ്മൾ തിരിച്ചറിയുന്നെങ്കിൽ, കാണുന്നെങ്കിൽ ആ നമ്മളാണ് സത്യം, ആ നമ്മളാണ് നിശ്ചലത, ശരിക്കുള്ള നിശ്ചലത. മറ്റത് ഈ ഒരു ശരിക്കുള്ള നിശ്ചലതയ്ക്ക് ഓപ്പോസിറ്റ് ഇല്ല, അത് നമ്മളാണ്. അപ്പോൾ ഈ കാണുന്നവനാണ് സത്യം, അല്ല കാണുന്ന വസ്തുക്കളൊന്നും സത്യമല്ല, അതൊക്കെ മായയാണ് എന്നുള്ളതാണ് അവിടേക്ക് അറിയേണ്ടത്. ഇപ്പോൾ നിശ്ചലതയെ കാണുന്ന ആ ടൂള് തന്നെയാണ് ചലനത്തെയും കാണുന്നതെങ്കിൽ അത് രണ്ടും സത്യമല്ല, രണ്ടും ഇൻവാലിഡാണ്. ബിക്കോസ് ആസ് ലോങ് ആസ് നിശ്ചലത ഈസ് ട്രീറ്റ് ആസ് ദ ഓപ്പോസിറ്റ് ഓഫ് ചലനത എന്നുള്ള പോയിൻ്റാണ്. രണ്ടും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഓപ്പോസിറ്റുള്ളതെല്ലാം ഡ്യുവാലിറ്റിയാണ്, ഡിവിഷനാണ്. അതിനെയൊക്കെ കാണുന്നയാളാണ് നമ്മൾ. മറ്റൊരു രീതിയിൽ ഒരു ചെറിയ കഥയോട് കൂടി പറയാം. ഈ ജനക മഹാരാജാവ് കേട്ടിട്ടുണ്ടല്ലോ. ജനക മഹാരാജാവ് അറിയപ്പെടുന്ന രാജാവായിരുന്നു, അതോടൊപ്പം അറിയപ്പെടുന്ന അദ്വൈതിയും ഗുരുവുമായിരുന്നു. കാരണം വ്യാസ മഹർഷി തൻ്റെ മകനായ ശുനകനെ വേദാന്തം പഠിപ്പിക്കാൻ അയച്ച് ജനക മഹാരാജാവിൻ്റെ അടുത്താണ്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. വ്യാസൻ തൻ്റെ മോഹനെ പഠിപ്പിക്കാൻ ടീച്ചറായിട്ട് തിരഞ്ഞെടുത്തത് ജനക മഹാരാജാവിനെയാണ്. ജനക മഹാരാജാവ് ഒരു വിചിത്രമായ സ്വപ്നം കാണാനിടയായി. അയാൾ രാജ്യം അടുത്ത അയൽ രാജ്യക്കാരൻ രാജാവ് ആക്രമിച്ച് കീഴടക്കി ഇയാളെ ബന്ദിയാക്കി. ജനക മഹാരാജാവിനെ ബന്ദിയാക്കിയിട്ട് മറ്റേ രാജാവിൻ്റെ മുമ്പ് ഹാജരാക്കി. അപ്പോൾ മറ്റേ രാജാവ് പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇപ്പോൾ എനിക്ക് കൊല്ലാം, ബട്ട് ഐ ആം നോട്ട് ഡൂയിങ് ഇറ്റ്. ഞാൻ നിന്നെ സ്പെയർ ചെയ്യണം, പക്ഷേ ഒരു കണ്ടീഷൻ, നീ ഈ രാജ്യം വിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇപ്പം തന്നെ ഒന്നും എടുക്കാതെ അടുത്ത രാജ്യത്തോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ നടന്ന് അടുത്ത രാജ്യത്ത് എൻ്റെ ബൗണ്ടറിയിൽ എത്തി. ഒരു സന്ധ്യ സമയത്താണ് എത്തുന്നത്. അപ്പോൾ ഭയങ്കര വിശപ്പ്, സഹിക്കാൻ വയ്യാത്ത വിശപ്പ്. അങ്ങനെ അവിടെ ഈ ഭക്ഷണവും കണ്ട് കൊടുക്കുന്ന ഒരു സ്ഥലത്ത് ഇദ്ദേഹം ചെല്ലുന്നു, കൈ നീട്ടുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇന്നത്തെ എല്ലാം കോട്ടയെല്ലാം കഴിഞ്ഞു, ഇന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല വിശപ്പ്, എന്തെങ്കിലുമൊക്കെ തരാൻ പറഞ്ഞു. അങ്ങനെ ഇവന്മാർ ആ പാത്രമൊക്കെ അതിൻ്റെ ലെഫ്റ്റ് ഓവർ എന്തൊക്കെ ഇരുന്ന് എടുത്ത് ഇങ്ങനെ ഇയാളെ കയ്യിലിട്ട് കൊടുത്തു. ഇട്ടപ്പോൾ തന്നെ ഒരു കാക്ക വന്നു അതും എടുത്തിട്ടങ്ങ് പോയി. അപ്പോൾ ഇയാൾ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് ഇയാൾ ഉണരുന്നു. ഉണർന്നപ്പോൾ ഇയാൾ എല്ലാ രാജകീയ സൗകര്യമുള്ള കൊട്ടാരത്തിൽ അങ്ങയുടെ സ്ലീപ്പിംഗ് ചേംബറിൽ കിടക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഈ സ്വപ്നത്തിൽ ഒരു സ്വപ്നമാണ്, പക്ഷേ ഈ സ്വപ്നം റിപ്പീറ്റ് ചെയ്തു. വരും ദിവസങ്ങളിൽ വീണ്ടും ഇതേ സാധനം തന്നെ കണ്ടപ്പോൾ ഇയാൾക്ക് പേടിയായി. അപ്പോൾ ഞാൻ ഈ കാണുന്ന സ്വപ്നത്തിൽ കാണുന്നതാണോ സത്യം, ഈ കൊട്ടാരത്തിൽ കിടന്ന് ഉറങ്ങുന്നതാണോ സത്യം എന്നുള്ള ഒരു കൺഫ്യൂഷനായി. അപ്പോൾ കൊട്ടാരത്തിലുള്ള എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ച് ഈ കാര്യം ഡിബേറ്റ് ചെയ്തു. നിങ്ങൾ ഇതിൻ്റെ ഉത്തരം പറയണം, ഇത് ഏതാണ് സത്യം എന്നുള്ളത് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്മാർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്താണെന്നുള്ളത്. അങ്ങനെ ഈ യുവന്മാരെല്ലാം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് അഷ്ടാവക്ര മുനി അവിടെ എത്തുന്നത്. അപ്പോൾ അഷ്ടാവക്ര മുനിയോട് ഈ രാജാവ് ഇതേ ചോദ്യം ചോദിച്ചു, ഇങ്ങനെയാണ് സംഗതി, ഇതിൽ സ്വപ്നത്തിൽ കണ്ടതാണോ സത്യം, ഈ ജാഗ്രതയിൽ ഞാൻ അനുഭവിക്കുന്നതാണോ സത്യമെന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു.
അപ്പോൾ അഷ്ടാവക്ര മുനി പറഞ്ഞു ഇത് രണ്ടും സത്യമല്ല, ഈ കാണുന്ന നീയാണ് സത്യം. അല്ല, ഇത് രണ്ടിൻ്റെയും പിറകെ പോയിട്ടൊരു കാര്യമില്ല. രണ്ടും ഈക്വലി അൺറിയൽ, രണ്ടും റിയൽ അല്ല. ദ റിയാലിറ്റി ഈസ് യു ആർ ദ ഓൺലി റിയാലിറ്റി. അപ്പോൾ അതാണ്. അപ്പം നമ്മൾ ഈ രണ്ട് ഉള്ള ഏത് സംഗതി കണ്ടിരുന്നാലും അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ അവിടെ കാണുന്നവൻ അവിടെ നമ്മൾ ഇഗ്നോർ ചെയ്യപ്പെടുന്നു. കാണുന്നവനെ അവഗണിച്ച് നോക്കുമ്പോഴാണ് ഈ പറഞ്ഞ രണ്ടായിട്ട് തോന്നുന്നത്. കാണുന്നവനെ ഇഗ്നോർ ചെയ്യുമ്പോൾ, ഓവർലുക്ക് ചെയ്യുമ്പോൾ കാണുന്നവനാണ് ഇതിൻ്റെ എല്ലാം പരമമായ സത്യം, പരമമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാന ഭാഗം കാണുന്നവൻ തന്നെയാണ്. അത് തന്നെയാണ് പരമമായ സത്യം. ദാറ്റ് ഈസ് ഹയർ ദാൻ എവറിത്തിങ് വിച്ച് വി ആർ ഒബ്സർവിങ്, വിച്ച് വി ആർ അവെയർ. നിശ്ചലതയ്ക്ക് ഓപ്പോസിറ്റില്ലെങ്കിൽ ഒന്നിനും ഓപ്പോസിറ്റ് ഇല്ല എന്നാണ്. ഒന്നിനും ഓപ്പോസിറ്റ് ഇല്ല. ഓപ്പോസിറ്റുള്ള ഒന്നും സത്യമല്ല. ഈ ഓപ്പോസിറ്റൊക്കെ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ഫോർമാറ്റിലേ നിൽക്കുകയുള്ളൂ. സബ്ജക്റ്റിൻ്റെ ഭാഗത്തൊന്നും ഇല്ല. ലവ് ഹാസ് നോ ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് ലവിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാക്കാം അത് ലവ് അല്ല എന്ന്. ഇപ്പം എൻ്റെ ലവിന് എനിക്ക് തന്നെ ഓപ്പോസിറ്റ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ലവ് അല്ല. ആസ് ലോങ് ആസ് യുവർ ലവ് ഹാവ് ഓപ്പോസിറ്റ് യു ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ഈസ് നോട്ട് ലവ്. അപ്പം നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഇഷ്ടാനിഷ്ടങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ലവിനെ അസോസ് ചെയ്യുന്നത്. ഇഷ്ടാനിഷ്ടങ്ങളെന്ന് പറയുന്നത് ലവ് അല്ല. ഇപ്പം എനിക്ക് ബാഹ്ലിയനെ ഇഷ്ടമാണ്, എനിക്ക് ബാഹ്ലിയനെ സ്നേഹമാണ് എന്ന് പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ അല്ലെങ്കിൽ എനിക്ക് ബാഹ്ലിയനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ സ്നേഹം തീരണമെന്നില്ല. എനിക്ക് ബാഹ്ലിയനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ബാഹ്ലിയൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടണമെന്നില്ല. ബാഹ്ലിയനെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് സംഗതികളുണ്ട്. ബട്ട് സ്റ്റിൽ ഐ ലവ് യു. അപ്പോൾ ലവിനെ ഈ പറഞ്ഞ ഇഷ്ടാനിഷ്ടങ്ങൾ ബാധിക്കുന്നില്ല. ബാധിക്കുന്നെങ്കിൽ അത് ആ വ്യക്തിയുടെ തകരാറാണ്. ലവ് എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ മുകളിലാണ്. രണ്ട് ലെവലാണ്. ഇഷ്ടാനിഷ്ടങ്ങൾ നിൽക്കുന്ന ലെവലിലല്ല ലവ് നിൽക്കുന്നത്. ഇറ്റ് ഈസ് എബവ് ആൻഡ് ബിയോണ്ട് ഇഷ്ടാനിഷ്ടങ്ങൾ. ശ്രീനാരായണ ഗുരുദേവൻ അറിവാണ് ഈശ്വരൻ എന്ന് ഒരു സംശയത്തിനോട് നൽകാത്ത രീതിയിൽ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. അത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗദ്യ പ്രാർത്ഥനയിൽ നാം ശരീരമല്ല നാം അറിവാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആൾറെഡി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു. കാരണം കോൺഷ്യസ്നെസ്സിനെയാണ്, സ്പിരിച്വാലിറ്റി കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ആ ടേമിനെയാണ്, അല്ലെങ്കിൽ റിലിജിയൻസ് ഗോഡ് എന്ന് പറയുന്ന ആ ടേമിനെയാണ് ഗുരുദേവൻ അറിവെന്നുള്ള പദം വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആ പദം റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തിനെയാണോ അള്ളാഹു എന്ന് വിളിക്കുന്നത്, നിങ്ങൾ എന്തിനെയാണോ ജീസസ് എന്ന് വിളിക്കുന്നത്, നിങ്ങൾ എന്തിനെയാണോ കൃഷ്ണൻ എന്ന് വിളിക്കുന്നത്, അത് തന്നെയാണ് കോൺഷ്യസ്നെസ്, അത് തന്നെയാണ് ഗുരു പറയുന്ന അറിവ്. അപ്പോൾ അത് വേറൊരു ബ്രാൻഡ് ന്യൂ പദം ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നാം ശരീരമല്ലെന്ന് വെച്ചാൽ നാം ആത്മാവാകുന്നു. നാം ശരീരമല്ല നാം അറിവാകുന്നു എന്ന് പറയുമ്പോൾ നാം ആത്മാവാകുന്നു അല്ലെങ്കിൽ ദൈവമാകുന്നു എന്ന് പറയുന്നതിന് ഇക്വലൻ്റാണ്. ഇവിടെ അഡ്ജക്റ്റീവായിട്ടേ കണക്കാക്കാൻ നോക്കുള്ളൂ. വളരെ വ്യാപകമായിട്ട് സ്വാമിജി ശ്രീബുദ്ധൻ നന്നായിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഇന്ത്യയിൽ, ഭാരതത്തിൽ. അപ്പോൾ ഞാനെപ്പോഴും ആലോചിക്കും, ഇങ്ങനെയാണ് ഈ ശ്രീബുദ്ധ ഭഗവാന്റെ ആവിർഭാവവും തിരോഭാവവും അത് ഒന്ന് സ്വാമിജി അതൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള അതിൻ്റെ എന്താണ്, ഞാൻ ആ രീതിയിൽ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു വിദഗ്ധനല്ല. ചരിത്രപരമായിട്ട് അത്തരം കാര്യങ്ങൾ ഞാൻ
വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. മറിച്ച് ബുദ്ധൻ്റെ ഫിലോസഫിയാണ് ഞാൻ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ബുദ്ധൻ്റെ ഫിലോസഫി അന്ന് നിലവിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ബുദ്ധൻ്റെ ദർശനം അന്ന് നിലവിലുണ്ടായിരുന്ന മറ്റ് ദർശനങ്ങൾക്കുമായിട്ട് ചെറിയ ക്ലാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഡുവാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള റിലിജിയൻസ് ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു. ഡുവാലിറ്റി ബേസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പൂജ തന്ത്രം, മറ്റ് എന്താണ് യജ്ഞം എന്നൊക്കെ പറയുന്ന സംഗതികൾ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇതൊരു വലിയ ഭീഷണിയായിരുന്നു ബുദ്ധൻ്റെ ദർശനം. അപ്പോൾ അവർ അറിഞ്ഞും അറിയാതെയും അതിനെ ഇൻവാലിഡ് ആക്കാൻ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അത് ഇന്ത്യയിൽ വേരുറയ്ക്കാതെ പോയി എന്നും, മറിച്ച് ഇപ്പോൾ ലോകത്ത് തന്നെ ഒരു ഇൻ്റലക്ച്വൽ ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന പുസ്തകങ്ങൾ സെൻ ലിറ്ററേച്ചർസ് ആണ്. അപ്പം ബുദ്ധദർശനം ഇപ്പോഴും ആ ബുദ്ധിജീവികളുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ സെൻ ലിറ്ററേച്ചർസ്, അതിൻ്റെ സെൻ ബുദ്ധിസ്റ്റുകൾ പറഞ്ഞ അവരുടേതായ ആ ഒരു ലിറ്ററേച്ചറുണ്ട്. അത് വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്, വളരെ വ്യാപകമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അത് പുറത്താണോ അകത്താണോ, ഇപ്പോൾ ഈ ഗുരുക്കന്മാരെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഇവരെ ഈ ഇൻഡിവിജ്വലായിട്ടല്ല നോക്കേണ്ടത്. എല്ലാ ഗുരുക്കന്മാരും കോമൺ പ്രോപ്പർട്ടിയാണ്. ശ്രീനാരായണ ഗുരുവായിരുന്നാലും, ബുദ്ധരായിരുന്നാലും, ശങ്കരാചാര്യരായിരുന്നാലും, ബോധിസത്വനായിരുന്നാലും, മറ്റ് സെൻ ഗുരുക്കന്മാരായിരുന്നാലും, രമണ മഹർഷിയായിരുന്നാലും, ഇവരൊക്കെ ഈ ലോകത്തിൻ്റെ പൊതു സ്വത്തുക്കളാണ്. അവരെ എല്ലാവർക്കും വെളിച്ചം പകരുന്നുണ്ട്. അത് ഇന്നാരിൽ കൂടി പകരുന്ന വെളിച്ചമാണ് നല്ലത് എന്ന് പറയേണ്ടത്. അതെല്ലാം ഒരേപോലെ പ്രകാശം നൽകുന്നു. സൂര്യൻ എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അതേപോലെ ഇവരുടെ ഗുരുക്കന്മാരുടെ അറിവെന്ന് പറയുന്നത് സൂര്യനെ പോലെയാണ്. അവർക്ക് ഇത് ഇന്നാർക്കേ കൊടുക്കാവൂന്നൊന്നുമില്ല, എല്ലാവർക്കും ഇത് അവൈലബിളാണ്. പിന്നെ നമ്മളാണ് അവിടെ കണ്ടീഷൻസ് വയ്ക്കുന്നത്. ഞാൻ ഇന്നരുടെ ആണെങ്കിലേ ഞാൻ വായിക്കുകയുള്ളൂ, ഇന്നരുടെ ആണെങ്കിലേ ഞാൻ ഫോളോ ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. അത് അവരെ ബാധിക്കുന്നില്ല. അവർ ദേ ആർ നോട്ട് ലീസ്റ്റ് ബോതേഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ശ്രീബുദ്ധനും ശ്രീനാരായണ ഗുരുദേവനും യേശുദേവനും നവതിരുമേനിയും അതുപോലുള്ള ഗുരുക്കന്മാരും എല്ലാം എല്ലാവർക്കുമായി വെളിച്ചം വീശിയവരാണ്. എന്നാൽ ഇവർ പരസ്പരം അംഗീകരിക്കാത്ത ഒരു സ്ഥിതിവിശേഷം സംജാതമായിട്ടുണ്ട്. അതിൻ്റെ പരിഹാരം എന്താണ് സ്വാമിജി? അതൊരു അസംഷനാണ്. അവർ തമ്മിൽ ഒരു വ്യത്യാസമില്ല, ഫോളോവേഴ്സ് തമ്മിലാണ് വ്യത്യാസമുള്ളത്. അതെ, ഫോളോവേഴ്സിൻ്റെ വ്യത്യാസത്തിന് ഫോളോവേഴ്സിൻ്റെ ഇഗ്നോറൻസ്. അല്ല, ഗുരുക്കന്മാർക്ക് വേറെ ഭേദബുദ്ധികളൊന്നുമില്ലേ. ഫോളോവേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് കാര്യം പിടികിട്ടാത്തതുകൊണ്ട് അവരിത് വ്യത്യസ്തമാണെന്ന് പറയുന്നതാണ്. സംഗതി മനസ്സിലാക്കാതെ വരുമ്പോഴാണല്ലോ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. അപ്പോൾ തെറ്റിദ്ധാരണ ഈസ്, ഇപ്പോൾ എന്താണ്, മിസ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് ദെയർ ഫ്രീഡം. അവരുടെ സ്വാതന്ത്ര്യമാണ്. നമ്മളിപ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ലല്ലോ. അത് അവർക്ക് അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഇഗ്നോറൻസ് ആണ് എന്ന് പറയുമ്പോൾ ആ ഇഗ്നോറൻസ് ഇല്ലാതാക്കാനായിട്ടുള്ള ഓപ്ഷൻ അവർക്കുണ്ട്. ആ ഓപ്ഷൻ ഉപയോഗിക്കുന്നില്ല. കാരണം അവർക്ക് ഇതാണ് കൂടുതൽ കംഫർട്ട്. ഇഗ്നോറൻസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് കംഫർട്ട്. അപ്പോൾ അവരുടെ സമയമാകുമ്പോൾ ഇഗ്നോറൻസ് മാറുമ്പോൾ അത് ഭേദബുദ്ധികളൊന്നും ഇല്ല എന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അത് ഒരു മതവിഭാഗത്തിൻ്റെയും അനുയായികൾ പരസ്യമായി ഗുരുദേവനെ വിമർശിച്ചതായി അറിഞ്ഞില്ല. അതെന്തുകൊണ്ടാണ് സ്വാമി? അല്ല, ഇപ്പം വിമർശനവും വിമർശിക്കാതിരിക്കുകയും എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലല്ലോ. അത് വെച്ച് നമുക്ക് ഒരു വിഭാഗം വിമർശിക്കാതിരിക്കുന്നതിന് അവരുടേതായ കാരണങ്ങൾ കാണാം. രാഷ്ട്രീയമായ മറ്റ് നിലപാടുകൾ കാണാം, അല്ലെങ്കിൽ ഈ ജാതീയമായ മറ്റ് ചിന്തകൾ കാണാം. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ നമ്മുടെ മെറിറ്റിലൊന്നും അതൊന്നും വരുന്നില്ല. സ്വാമിജി, എന്താണ് സ്വാമിജി ഈ സൂക്ഷ്മം? സൂക്ഷ്മം എന്ന് പറയാൻ എൻ്റെ വേർഡ് മീനിങ് തന്നെയാണ് സബ്റ്റിൽ, ദാറ്റ് വിച്ച് നോട്ട് വിസിബിൾ.
കഴിയാത്തത്. കാണാൻ കഴിയാത്തതിൽ ആനന്ദമാണ് സൂക്ഷ്മാനന്ദം എന്ന് പറയാം. അതൊക്കെ ചുമ്മാ ഒരു പേര് നാമരൂപങ്ങളെന്നൊക്കെ പറയുന്നത് ലേബലിംഗ് ആണല്ലോ. നമ്മളിതൊന്നും അല്ലല്ലോ. ഇറ്റ് ഈസ് ലേബലിംഗ്. പക്ഷേ നമുക്ക് ഇതൊന്നും നമ്മളല്ല എന്നുള്ള അറിവുണ്ടാവണം. ഇപ്പോൾ സൂക്ഷ്മാനന്ദ എന്ന് ഞാൻ പറയുമ്പോൾ ഉള്ള അപകടമെന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ സൂക്ഷ്മാനന്ദനാകുന്നു, ഞാൻ ഒരു മനുഷ്യനാകുന്നു, ഞാനൊരു പുരുഷനാകുന്നു, ഞാനൊരു സന്യാസിയാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉള്ള അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ കാണുന്ന വസ്തുക്കളെയൊക്കെ സത്യമാണെന്ന് കരുതുന്നു, ഈ ശരീരം ഞാനാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഗുരു തന്നെ സ്പെസിഫിക്കായിട്ട് പറയുന്നുണ്ട്, നാം ശരീരമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരം അങ്ങനെ ഞാനാകും. അപ്പോൾ ആ ശരീരത്തിൻ്റെ ഒരു പേരാണ് സൂക്ഷ്മാനന്ദൻ. അപ്പോൾ ബേസിക്കായിട്ട് ഞാനെന്ന് പറയുന്നതാണ് കോൺഷ്യസ്നെസ്സാണ്, അവയർനെസ്സാണ്. അത് ഞാനായിട്ട് ഞാൻ ക്ലാരിറ്റിയോടുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യണം. അവിടെ അതിൽ നിന്ന് അതൊരു ഒരു പ്രൈമറി സ്റ്റേറ്റായിട്ട് ഞാൻ വയ്ക്കണം. അതിൻ്റെ പുറത്ത് പിന്നെ ഒരുപാട് അലങ്കാരങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ സൂക്ഷ്മാനന്ദൻ എന്ന് പറയുന്ന ഒരു ഡെക്കറേഷനാണ്. അതുമാതിരി ഇപ്പോൾ ഞാൻ വലിയ മനുഷ്യനാണ്, മറ്റേ ഇന്നടുത്ത് ജനിച്ച് ഞാൻ അതൊക്കെ ഈ ശരീരമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ശരീരം ഞാനാണെങ്കിൽ മാത്രമല്ലേ സൂക്ഷ്മാനന്ദന് നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ ശരീരവും അല്ലെങ്കിൽ പിന്നെ സൂക്ഷ്മാനന്ദന് എവിടെ നിൽക്കുന്നു? യേശുദേവനും നവതിരുമേനിയും അതേപോലെ ശ്രീനാരായണ ഗുരുദേവനും ശ്രീബുദ്ധനുമെല്ലാം എല്ലാ വെളിച്ചവും വീശി നിൽക്കുമ്പോഴും ഇവരുടെ ഇടയിലുള്ള പുരോഹിതന്മാരുടെയും അതേപോലെ തന്നെ അവരുടെ ഇടയിലുള്ള പ്രധാനികളുടെ ഇടയിലും ഉള്ള ഒരു കിടമത്സരം ലോകത്തെ എമ്പാടും കാണുന്നത് വ്യാപകമായി കണ്ടുവരികയാണ്. അതിനൊരവസാനം കുറിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ, സാധാരണക്കാർ. അതിനെന്താണ് സ്വാമിജിയുടെ ഒരു നിരീക്ഷണത്തിൽ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക്? അല്ല, അത് ഈ എവിടെയോ ഒരു തിയറി ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ഈ ലോക ജനസംഖ്യയുടെ 2% ആളുകളെ പരമമായ സത്യത്തിൽ താല്പര്യം ഉണ്ടാവുകയും അത് മനസ്സിലാക്കുകയും അതാകാനും പറ്റുകയുള്ളൂ. എപ്പോഴും 2% ഈ ലോക ജനസംഖ്യയുടെ 2% മാത്രമേ പരമമായ സത്യം എന്താണെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ചൊക്കെ ജീവിതം ക്രമീകരിക്കാനും കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ബാക്കി 98% ഈസ് ടോട്ടലി ഇഗ്നറൻ്റ് അബൌട്ട് ഇറ്റ്. പക്ഷേ അവിടെ ദ ഗുഡ് ന്യൂസ് ഈസ് ദേ ക്യാൻ ആൾസോ ബിക്കം പാർട്ട് ഓഫ് ദിസ് 2%. ഈ എല്ലാ ആളുകൾക്കും ഈ 2% ഭാഗം എന്തെങ്കിലും ആകേണ്ടി വരും, എന്തെങ്കിലുമാണ്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ 2% എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റാണ്. നിങ്ങൾ എന്ന് ഈ 2% ഭാഗമാകുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതല്ലാതെ ഈ 98% നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അത് ലോകമുണ്ടായ കാലം മുതലേ ഇങ്ങനെ ആയിരുന്നു. സ്വാമിജി, എന്താണ് ഈ ബുദ്ധി, എന്താണ് കോൺഷ്യൻസ്, എന്താണ് ഈ ബോധം? നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, കോൺഷ്യസ്നെസ് ആണ് ബോധം എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഏത് സംഗതി ആയിരുന്നാലും അതിൻ്റെ ഉള്ളടക്കമാണ്, അതിൻ്റെ കണ്ടൻസാണ്. ബോധത്തിൻ്റെ ഉള്ളടക്കമാണ്, കണ്ടൻസ് ഓഫ് ദ കോൺഷ്യസ്നെസ് ആണ്. ശരീരമായിരുന്നാലും ബുദ്ധിയായിരുന്നാലും മനസ്സായിരുന്നാലും മറ്റ് ഈ ലോകമായിരുന്നാലും മറ്റേ ലോകമായിരുന്നാലും എല്ലാം കണ്ടൻസ് ഓഫ് ദ കോൺഷ്യസ്നെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഷ്യസ്നെസ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ആ കോൺഷ്യസ്നെസ് ആകുന്ന സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന മൂവിയാണ് ഈ മുഴുക്ക ജീവിതവും മുഴുക്ക ലോകത്തിൻ്റെ ആക്ടിവിറ്റീസും. അതിൽ ബുദ്ധിയും ഉൾപ്പെടും. അല്ലാതെ ബുദ്ധിക്ക് പ്രത്യേകിച്ച് ഒരു എൻറ്റിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇറ്റ് ഈസ് കണ്ടൻസ് ഓഫ് ദ കോൺഷ്യസ്നെസ്.
ആൻഡ് മേ ബി എ പവർഫുൾ കണ്ടൻറ്റ്. ഇപ്പോൾ ഈ ലോകത്ത് സൂര്യനുണ്ടെന്ന് പറയുമ്പോൾ സൂര്യൻ പവർഫുൾ ആണെന്ന് നമുക്കറിയാം. പക്ഷേ കണ്ടൻസ് എന്നുള്ള ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എടുത്താൽ ഈക്വൽ സ്റ്റാറ്റസ് ആണ് എല്ലാത്തിനും. ഓരോ ഒബ്ജക്റ്റിനും പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല. ബുദ്ധി തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന. അപ്പോൾ ഈ ധാരണയും തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടല്ലോ സ്വാമി, അത് ഈ ബുദ്ധിയുടെ തന്നെ സൃഷ്ടിയല്ലേ? അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ഈ പറ്റുന്ന അപകടം എന്ന് പറയുന്നത് ബോധത്തിന് മാത്രമേ ബോധത്തെ അറിയാൻ പറ്റുകയുള്ളൂ. ബോധത്തിന് മാത്രമേ ബോധത്തിനെ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അതായത് ഈ ദൈവത്തിന് മാത്രമേ ദൈവത്തിനെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ബുദ്ധി വെച്ചും മനസ്സ് വെച്ചും ഇതിനെ അറിയാൻ ഒക്കില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഞാനെന്ന് പറയുന്ന സംഗതി എന്താണ്? ഏത് സംഗതി ആയിരുന്നാലും അതിന് സ്വയം അറിയാൻ പറ്റുകയാണെങ്കിൽ മാത്രം അതിനെയാണ് ഞാനെന്ന് പറയുന്നത്. അതിന് സ്വയം അറിയാൻ പറ്റണം. അതിനെയാണ് നമ്മൾ ഞാനെന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരു വലിയ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രോബ്ലത്തിന് സ്വന്തമായിട്ട് അറിയാനുള്ള ശേഷിയില്ല. പ്രോബ്ലം ഡസ് നോട്ട് ഹാവ് ദ എബിലിറ്റി ടു നോ ഇറ്റ് സെൽഫ്. അപ്പോൾ എന്താണ് പ്രോബ്ലത്തെ അറിയുന്നത്? ഞാനാണ് അറിയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം സൊല്യൂഷൻസ് എന്നൊക്കെ പറയുമ്പോൾ ഈ തിയറിയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ ഏത് പ്രോബ്ലം ആയിരുന്നാലും ആ പ്രോബ്ലത്തിന് സ്വന്തമായിട്ട് അറിയാനുള്ള ശേഷിയില്ല. അപ്പോൾ ഒരു പ്രോബ്ലം ഉള്ളപ്പോൾ നമ്മൾ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഈ പ്രോബ്ലം ബാധിക്കാത്ത ഏതെങ്കിലും ഭാഗം ഉണ്ടാകുന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. പ്രോബ്ലം ബാധിക്കാത്ത ഒരു ഭാഗം ഉണ്ടെന്നുള്ളതിൻ്റെ ഉറപ്പെന്താണ്? അതിനെ ഞാൻ അറിയുന്നു എന്നുള്ളതാണ്. ഞാൻ പ്രോബ്ലം ആണെങ്കിൽ എനിക്കതിനെ അറിയാനൊക്കില്ല. അപ്പോൾ എൻ്റെ പ്രോബ്ലത്തെ ഞാൻ അറിയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് പ്രോബ്ലം ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് അറിയാനൊക്കില്ലല്ലോ. അപ്പോൾ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്ന വാസ്തവത്തിൽ പ്രോബ്ലത്തിനെ ബാധിക്കാത്ത ഭാഗം തിരിച്ചറിയുകയും ആ ഭാഗമായിട്ട് നിൽക്കുകയും വേണം. അതാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ. പിന്നെ ഈ ഞാനിനെ ഞാൻ എങ്ങനെ അറിയുന്നു? ഞാൻ പറ്റിയേ ഞാൻ അറിയാൻ പറ്റുള്ളൂ. പ്രോബ്ലത്തെ ഞാൻ അറിയുന്നു. ഇപ്പോൾ ഈ ലോകത്തെ ഞാൻ ഈ ശരീരം വെച്ചും മനസ്സ് വെച്ചും ചിന്തകൾ വെച്ചും ഒക്കെ മനസ്സിലാക്കുന്നു. ഈ മനസ്സിനെയും ശരീരത്തെയും ഞാൻ ബോധം വെച്ച് മനസ്സിലാക്കുന്നു. ബോധത്തെ എന്തു വെച്ച് മനസ്സിലാക്കുന്നു? ഒന്നും ഈ പറഞ്ഞ വേൾഡിലെ ഒന്നും വെച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. ബോധത്തെ ബോധം വെച്ചേ അറിയാനൊക്കുകയുള്ളൂ. അപ്പോൾ ബോധത്തിന് മാത്രമാണ് സ്വയം അറിയാനായിട്ടുള്ള കഴിവുള്ളത്. അതുകൊണ്ടാണ് ബോധത്തെ ഞാൻ എന്ന് പറയപ്പെടുന്നത്. ഈ സ്വയം അറിയുന്ന ഒരു വസ്തുവിനെ ഞാനെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബോധത്തെ ഞാനെന്ന് വിളിക്കുന്നത് ബിക്കോസ് കോൺഷ്യസ്നെസ് ഹാസ് ദറ്റ് എബിലിറ്റി ടു നോ ഇറ്റ് സെൽഫ്. പക്ഷേ അത് സാധാരണക്കാർക്ക് അറിയില്ല. ഇത് രണ്ട് രീതിയിലുള്ള നോയിങ് ആണ്. ഇപ്പോൾ ഓബ്ജക്റ്റിനെ അറിയുന്നതും സബ്ജക്റ്റിനെ അറിയുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഓബ്ജക്റ്റ് നോയിങ് എന്ന് പറയുന്നത് അതിന് ശ്രദ്ധ കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നു. മറ്റത് നമ്മളോട് ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ആ പറയുന്ന ഞാൻ അവിടെ ഉണ്ടെന്നുള്ള ഞാൻ തിരിച്ചറിയുന്നു. അത് വേറൊരു രീതിയിലുള്ള അറിവാണ്, ഡയറക്റ്റാണ്. മറ്റത് ഓബ്ജക്റ്റീവ് നോയിങ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റാണ്. ഈ മെഡിറ്റേഷനെയൊക്കെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ വാസ്തവത്തിൽ ഈ ഒരുപാട് രീതിയിലുള്ള മെഡിറ്റേഷനൊന്നുമില്ല. രണ്ട് മെഡിറ്റേഷനേ ഉള്ളൂ, സബ്ജക്റ്റീവ് മെഡിറ്റേഷൻ, ഒബ്ജക്റ്റീവ് മെഡിറ്റേഷൻ. അപ്പോൾ ഒബ്ജക്റ്റീവ് മെഡിറ്റേഷൻ എന്ന് പറയുന്നതാണ് സാധാരണ എല്ലാവർക്കും പരിചിതം. ഏതെങ്കിലും ഒരു രൂപത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഏതെങ്കിലും മന്ത്രത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഏതെങ്കിലും ഒരു ഫ്ലെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നൊക്കെ പറയും. അപ്പോൾ അതെല്ലാം ഓബ്ജക്റ്റാണ്. ആ ഓബ്ജക്റ്റിൽ കൂടി സബ്ജക്റ്റിൽ വരാനാണ് ശ്രമിക്കുന്നത്. ടു കം ടു ദ സബ്ജക്റ്റ് വയ ഓബ്ജക്ട്സ്, അത് ഒരു ഒരു സമയമെടുക്കും. അതുകൊണ്ടാണ് അതിനെ പ്രോഗ്രസീവ് പാത്ത് എന്നും പറയാറുണ്ട്, പ്രോഗ്രസീവ് മെഡിറ്റേഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ് മെഡിറ്റേഷനിൽ ഒരുപാട് കൈൻഡ്സ് ഓഫ് മെഡിറ്റേഷൻ ഉണ്ട്. സബ്ജക്റ്റീവ് മെഡിറ്റേഷൻ്റെ ഒരു കൈൻഡേ ഉള്ളൂ, നമ്മൾ നേരിട്ട് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെടുക. ദാറ്റ് ഈസ് സബ്ജക്റ്റീവ് മെഡിറ്റേഷൻ. അവിടെ അതിന് ടൈമില്ല, പ്രോഗ്രസീവ് അല്ല. പ്രോഗ്രസീവ് ആകുമ്പോൾ ഇറ്റ് നീഡ്സ് ടൈം, ഒരുപാട് സമയമെടുക്കും. ഓബ്ജക്റ്റിൽ കൂടി ഇങ്ങനെ ഈ ഫ്ലെയിമിൽ നീ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ നിനക്ക് അവസാനം
ഒരു തോട്ട്ലെസ് സ്റ്റേറ്റ് ഉണ്ടാകും. അപ്പോൾ അത് നീ തിരിച്ചറിയണമെന്നൊക്കെ ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുക. അതൊന്നും തെറ്റെന്നല്ല ഞാൻ പറയുക. ഈ രണ്ട് തരം മെഡിറ്റേഷനേ ഉള്ളൂ അൾട്ടിമേറ്റായിട്ട്, ഒബ്ജക്റ്റീവ് മെഡിറ്റേഷൻ ആൻഡ് സബ്ജക്റ്റീവ് മെഡിറ്റേഷൻ. ഒബ്ജക്റ്റീവ് മെഡിറ്റേഷൻ ഈസ് കോമൺലി നോൺ ആസ് പ്രോഗ്രസീവ് പാത്ത്. പ്രോഗ്രസീവ് പാത്ത് വെച്ചാൽ ഇവഞ്ച്വലി ക്രമേണ നമ്മളവിടെ എത്തുന്നു. ഈ ഡയറക്റ്റ് പാത്ത് ഇൻസ്റ്റൻ്റാണ്, ഡയറക്റ്റ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെടുന്നു. അപ്പോൾ ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്? ഞാൻ സബ്ജക്റ്റ് ആണെന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴും അവിടെ നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ട് യു ആർ ഈസ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റായിട്ട് നിൽക്കുക. ഈ സബ്ജക്റ്റിനെ സാന്നിധ്യം തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു ഒബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് അല്ല. ഈ നമ്മളെങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ആകുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കൺഫ്യൂഷനും മിസ്ലീഡിങ്ങും ഒക്കെ ഉണ്ടാകുന്നത് അവിടെയാണ്. ഈ ബോധത്തെ അറിയാൻ പറ്റുമെന്നുള്ള കാര്യം പലർക്കും അറിയത്തില്ല. ബോധം വെച്ചാണ് ബോധത്തെ അറിയുന്നതെന്നുള്ള രണ്ട് ലെവലിലാണ്. ഇപ്പം ഞാൻ ബാഹ്ലേനെ അറിയുന്നതും ഞാൻ ഉണ്ടെന്നുള്ള ഞാൻ സ്വയം അറിയുന്നതും രണ്ട് വ്യത്യസ്തമാണ്. ബാഹ്ലേനെ അറിയുന്നത് വേറൊരു രീതിയിലാണ്, ഓരോ ഒബ്ജക്റ്റ് ആവുകയാണ് ബാഹ്ലേൻ. മറിച്ച് ഞാൻ എന്നിലോട്ട് ശ്രദ്ധ തിരിക്കുമ്പോൾ അത് ഞാനുണ്ടെന്നുള്ള ആ ഒരു അറിവെന്ന് പറയുന്നത് ഡയറക്റ്റാണ്. ആ വ്യത്യാസം പറഞ്ഞ് മനസ്സിലാക്കാൻ പാടാണ്. ഇപ്പം നമ്മളുടെ സാന്നിധ്യം നമ്മളെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഹൗ യു ആർ ബിക്കമിങ് അവെയർ ഓഫ് യു, ഹൗ യു നോ യു ആർ അവെയർ നൗ. നമ്മളെ തന്നെ ചെക്ക് ചെയ്യണം. അപ്പോൾ ആ അറിവ് വേറൊരു രീതിയാണ്. ഇപ്പം എൻ്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അത് തന്നെയാണ് മെഡിറ്റേഷൻ. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു ദിവസം ഈ മൈൻഡ് ദ ഗ്യാപ്പിൽ പുതുതായിട്ട് എഴുതിയ ചാപ്റ്റർ അതാണ്. ഇപ്പോൾ ഈ ഒരുപാട് സൈറ്റുകളിൽ നമ്മൾ കയറണമെങ്കിൽ യു ഹാവ് ടു പ്രൂവ് ദാറ്റ് യു ആർ നോട്ട് റോബോട്ട്. നീ റോബോട്ട് അല്ല എന്ന് നീ തെളിയിക്കാൻ പറയും. അതിന് ക്യാപ്ചായും ഒരു മറ്റേ കോഡും ഒക്കെ തരും. അത് തിരിച്ചടിക്കുകയൊക്കെ വേണം. അപ്പോഴാണ് റോബോട്ട് അല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ എനിക്ക് ആ സൈറ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യനുണ്ടാക്കിയ ഒരു മെഷീൻ്റെ മുമ്പേ അവൻ മനുഷ്യനാണെന്ന് തെളിയിക്കാൻ സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് അവസ്ഥയെങ്കിൽ നിങ്ങളാണെന്ന് നിങ്ങൾ എങ്ങനെ ബോധ്യപ്പെടുന്നു? നിങ്ങൾ ഈ ലോകത്ത് ഒരു ജീവിയാണെന്ന് അല്ലെങ്കിൽ ഒരു മനുഷ്യനാണെന്ന് ഹൗ യു ആർ ഗോയിങ് ടു കൺവിൻസ് യുവർ സെൽഫ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പ് നമ്മൾ പ്രസൻസ് ബോധ്യപ്പെടുത്താൻ നമ്മളിപ്പോൾ നിർബന്ധിതരാകുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കാനായിട്ട് കഴിയുമോ? എങ്ങനെയാണ് കഴിയുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ വളരെ പ്രസക്തമാണ്. കഴിയുമോ? എങ്ങനെയാണ് കഴിയുന്നത്? കഴിയുന്നത് ഇത് തന്നെയാണ്. ഞാൻ സ്വയം ചെക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഞാൻ അവിടെ ഉണ്ട്, ആ ബോധം അവിടെ ഉണ്ട് എന്നുള്ളത് സ്വയം ചെക്ക് ചെയ്യുന്നു. അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞ് ഇരുളിലിരുന്ന് അറിയുന്നതാകും ആത്മാ. ഈ ഇരുളിൽ ഇരുന്ന് അറിയുന്നതാകും ആത്മാ. ഈ ഇരുട്ടത്ത് വേറെ ഒന്നും നമ്മളെ മുമ്പിലോ ഒന്നും കാണാനും കേൾക്കാനും പറ്റുന്നില്ല എങ്കിൽ അന്നേരം നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? അതാണ് നമ്മൾ, അതാണ് ദൈവം. ഇരുളിൽ ഇരുന്ന് അറിയുന്നതാകും ആത്മാ എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്ക് ആകെയുള്ള പോംവഴി. അപ്പോൾ അവിടെ എന്താണ് ഇരുളിൽ ഇരുന്ന് അറിയുന്നത്? കോൺഷ്യസ്നസ് നോയിങ് ഇറ്റ് സെൽഫ്. അതാണ്. അപ്പോൾ ആ കോൺഷ്യസ്നെസ് സ്വയം അറിയുന്നത് മാത്രമേ ആണ് സത്യമായിട്ടുള്ള അറിവ്. അല്ല ബാക്കിയുള്ളതൊക്കെ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് ഫോർമാറ്റിലുള്ള ഓബ്ജക്റ്റീവ് നോയിങ് ആണ്. അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യനാണ്. ഹൗ യു ആർ ഗോയിങ് ടു കൺവിൻസ് യുവർ സെൽഫ് ദാറ്റ് യു എക്സിസ്റ്റ്? വെരി ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ. നമ്മളത് വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കൊരുപാട് തെറ്റിദ്ധാരണകളും ഒരുപാട് പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകും. സോ know your presence and knowing that presence is meditation. പ്രസൻസ് വെച്ചാണ് പ്രസൻസിനെ അറിയുന്നത്. അല്ലാതെ ബൈബിളിൽ ഏതോ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഐ നോ ദറ്റ് ഐ ആം ബട്ട് ഐ ഡു നോട്ട് നോ വാട്ട് ഐ ആം. എനിക്ക് ഞാൻ ഉണ്ടെന്നുള്ളതറിയാം, പക്ഷേ അത് എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയേണ്ട കാര്യമില്ല, ഉണ്ടെന്നറിഞ്ഞാൽ മതി. ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിരുന്നാൽ മതി. അല്ലാതെ എന്താണെന്ന് അറിയുമ്പോൾ ഓബ്ജക്റ്റീവ് നോയിങ് ആയി. നമുക്കൊരു കാര്യം ബോധ്യപ്പെടുന്നത് അത് ബോധമാണ്.
അല്ല, ബോധമാണെന്ന് വെച്ചാൽ അത് നമുക്ക് തന്നെ ആ വ്യത്യസ്ത ലെവൽ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ സാധാരണ ഓബ്ജക്റ്റീവ് നോയിങ്ങും സബ്ജക്റ്റ് നോയിങ്ങും അറിഞ്ഞിരിക്കണം. സബ്ജക്റ്റിൻ്റെ ആ റേഞ്ചിൽ വരുന്ന നോയിങ് ഏതാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയണം. അത് ബോധത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ അവിടെ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് ഇല്ല, സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ഹാപ്പനിങ് വിത്തിൻ ദ സബ്ജക്റ്റ്, വിത്തിൻ ദ ബോധം, വിത്തിൻ ദ കോൺഷ്യസ്നെസ്, വിത്തിൻ അവെയർനെസ്. അതിനാണ് പറയുന്ന ഒരു സെൻസേയിങ് ഉണ്ട്, ബീയിങ് അവെയർ ഓഫ് ബീയിങ് അവെയർ, ബീയിങ് അവെയർ ഓഫ് ബീയിങ് അവെയർ. അപ്പോൾ ഞാൻ സ്വാമിജിയായിട്ട് ധാരാളം സഞ്ചരിച്ചിട്ടുമുണ്ട്. അപ്പോഴൊക്കെ ശാശ്വതാനന്ദ സ്വാമിയും ഉണ്ട്. അപ്പം ഈ ശാശ്വതികാനന്ദ സ്വാമികളും സ്വാമി തമ്മിൽ ഈ മെഡിക്കൽ ടൈമിൽ പറഞ്ഞാൽ ഒരു B1 B6 കോമ്പിനേഷനായിരുന്നു. അപ്പോൾ ഈ B1 B6 കോമ്പിനേഷൻ എന്ന് പറയുന്നത് അത്യപൂർവമായ ഒരു കോമ്പിനേഷനാണ്. അതിലൊരു ഘടകമാണ് ഇല്ലാതെ പോയത്. അത് എന്നെപ്പോലെയുള്ള ഭക്തന്മാരെ അങ്ങേറ്റം അനാഥരാക്കിയിട്ടുണ്ട്. അത് സ്വാമിജി എങ്ങനെ അത് കാണുന്നു, ശാശ്വത സ്വാമിയുടെ ഈ അഭാവം? അല്ല, അതൊക്കെ എനിക്കും വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ആളുകൾക്ക് നമ്മളിങ്ങനെ ഒരു റെഗുലർ സൗഹൃദമാണ് ഉണ്ടായിരുന്നെന്നുള്ളത് അറിവേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടുതലൊന്നും ഞാനും ആരോടും പറയാൻ ശ്രമിച്ചില്ല. നമ്മൾ തമ്മിൽ വാസ്തവത്തിൽ ഈ ആത്മീയമായ അല്ലെങ്കിൽ അദ്വൈതപരമായ കാര്യങ്ങളാണ് കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അല്ലാതെ നല്ല തമാശ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയാം. അപ്പോൾ ഈ തമാശയും അദ്വൈതമായിട്ട് നല്ല ബന്ധമുണ്ട്. തമാശ എന്ന് പറഞ്ഞാൽ കോമഡി. അപ്പോൾ കോസ്മിക് ആൻഡ് കോമഡി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോസ്മിക്കിനെ ഒരു കോമഡിയായിട്ട് കാണാൻ കഴിഞ്ഞാലേ നമുക്ക് തമാശ പറയാൻ പറ്റുള്ളൂ. അപ്പം വേറെ രീതി പറഞ്ഞാൽ കോസ്മിക്കിനെ തമാശയായിട്ട് കാണണമെങ്കിൽ അദ്വൈത ബോധം ഉണ്ടായിരിക്കണം. അതോ ശ്രീനാരായണ ഗുരു ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറുള്ള ആളായിരുന്നു. അപ്പോൾ എല്ലാ ആത്മീയ ആചാര്യന്മാരും നല്ല ഹെവി ജോക്കും പറയുമായിരുന്നു. കാരണം അവർക്ക് അറിയാം ഇതിനൊരു കാര്യമില്ല എന്നുള്ളത്, ഇതില്ലാത്തതാണെന്നുള്ള അറിയാമായിരുന്നു. അപ്പോൾ അത് സ്വാമിക്കും നല്ല ക്ലിയറായിട്ട് ആ ധാരണ ഉണ്ടായിരുന്നു. ഇത് സംഗതി ഇതിലൊരു യാതൊരു കഴിവുമില്ല, ഇതിലൊരു ഒന്നുമില്ല, ഇത് തമാശയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എപ്പോഴും തമാശ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നു. കൂടുതലും തമാശയും കൂടുതൽ അദ്വൈതവുമാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ വേറെ പരദൂഷണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സാധാരണക്കാരുടെ ഇടയിൽ നമ്മൾ ഈ പറഞ്ഞ ഗോസിപ്പ്, ഇപ്പോൾ യേശുദേവൻ തന്നെ എല്ലാ സമയവും ഗോസ്പലല്ലോ പറയുന്നത്, കുറേ സമയം ഗോസിപ്പും പറയുമല്ലോ. അതുപോലെ നമ്മളും ഗോസ്പലും പറയുമായിരുന്നു, ഗോസിപ്പും പറയുമായിരുന്നു. സ്വാമിജിയായിട്ട് മാത്രമാണ് ശാശ്വത സ്വാമി ചർച്ച ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയാം. അത് മാത്രമല്ല, സ്വാമി എഴുതുന്നത് തന്നെ പലപ്പോഴും അത് സൂക്ഷ്മം കൂടെ ഒന്ന് കാണട്ടെ, അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ വരുത്തട്ടെ എന്ന് പറയുമായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ആ കാലത്ത് തന്നെ മനസ്സിലായിട്ടുണ്ട് സ്വാമിജി. അതിങ്ങനെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് പലപ്പോഴും ഇങ്ങനെ എൻ്റെ അഭിപ്രായം കൂടെ ചോദിക്കാറുണ്ട് പല കാര്യങ്ങളിലും. ഈ പ്രത്യേകിച്ച് താത്വികമായ കാര്യങ്ങളിൽ എൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിക്കുമായിരുന്നു. പിന്നെ ഈ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് അതിൽ നേരത്തെ മുതൽ താല്പര്യമുണ്ടെന്നുള്ള പുള്ളിക്ക് അറിയാമായിരുന്നു. അപ്പോൾ പലപ്പോഴും ഈ മെഡിറ്റേഷൻ സംബന്ധിച്ച കാര്യം അതൊക്കെ സൂക്ഷ്മത്തിലൂടെ ചോദിക്കാൻ പറയുമായിരുന്നു. പിന്നീട് എനിക്ക് അന്നത്തെ കാലത്ത് എനിക്ക് പോലും ഞാൻ ഒരു 10-20 വർഷം ആയുള്ളൂ.
ശാശ്വതാനന്ദ സ്വാമിയും സുഷ്മാനന്ദ സ്വാമിയൊക്കെ പരിചയപ്പെട്ടിരുന്നു. പക്ഷെ അതിന് മുമ്പ് രണ്ടുപേരും എനിക്കറിയാം. അപ്പോൾ ഞാൻ അറിഞ്ഞത് അന്ന് എനിക്ക് എൻ്റെ ധാരണ ഈ ശാശ്വതാനന്ദ സ്വാമിയുടെ നേരെ അനിയനാണ് സുഷ്മാനന്ദ സ്വാമി എന്നാണ്. കാരണം രൂപത്തിലും ഏകദേശം നിറത്തിലും ഏകദേശം ഒരുപോലെ അങ്ങനെ ആയിരുന്നല്ലേ. അങ്ങനെ ഒരു ധാരണ എങ്ങനെ വന്നു സ്വാമിജി? ഇപ്പോഴും ഉണ്ടോ ധാരണ? ഒരുമിച്ച് നടക്കുകയും കാണുകയും പിന്നെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും കൂടെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആളുകൾക്ക് ഉണ്ടായ ഒരു ധാരണയായിരിക്കാം. അല്ല, അതിലിപ്പോൾ തെറ്റൊന്നുമില്ലല്ലോ. അത് നല്ല തോന്നലല്ലേ? അല്ല, തെറ്റില്ല. അതിനകത്ത് അങ്ങനെ വരണമെങ്കിൽ അതിന് ഒരു കാരണം. എന്തോ നമ്മുടെ ഈ ജ്യോത്സ്യന്മാരൊക്കെ പറയുന്നത് എന്തോ പൊരുത്തം. ഈ സ്വാമി ഈ ജ്യോത്സ്യം എന്നുള്ള വാക്കിടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് എനിക്ക് ആ ക്വസ്റ്റ്യൻ വന്നത്. കാരണം ജ്യോതിശാസ്ത്രത്തിൽ സ്വാമിക്ക് നല്ല അറിവുണ്ടെന്ന് എനിക്കറിയാം. അല്ല, ഞാൻ പലപ്പോഴും സ്വാമിജി ജ്യോത്സ്യന്മാരായിട്ട് സംസാരിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ജ്യോതിശാസ്ത്രത്തിനെ കുറിച്ച് എന്താണ് സ്വാമിജിയുടെ അഭിപ്രായം? അത് എന്താണ്, ഈ ആത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഋഷികളെ കൈകാര്യം ചെയ്യുന്നത് ശരീരവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ ശരീരം പ്രത്യക്ഷപ്പെട്ട സമയം വെച്ചുകൊണ്ട് ആ ശരീരത്തിൽ കൂടി ഉണ്ടാകാവുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു ഒബ്സർവേഷനാണ്. അപ്പോൾ ഇന്ന ഗ്രഹം ഇന്ന സ്ഥലത്ത് നിന്നപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗ്രഹങ്ങളല്ല ഫലം തരുന്നത്, മറിച്ച് അതിൻ്റെ പാറ്റേൺ വെച്ചുകൊണ്ട് നമ്മൾ ഫലം നിർണ്ണയിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെ, സാധാരണ ആളുകൾ കരുതി ചെയ്യുന്ന ഈ ഗ്രഹങ്ങൾ ആണ് ഫലം തരുന്നതെന്നാണ്. അതൊരിക്കലും അല്ല. ഫ്രം ദ പാറ്റേൺ ഓഫ് എ പർട്ടിക്കുലർ കൺഫിഗറേഷൻ വി ആർ മേക്കിംഗ് പ്രഡിക്ഷൻസ്. അല്ല, ഗ്രഹങ്ങൾക്ക് അവിടെ ഫലം തരാനുള്ള കഴിവൊന്നുമില്ല. അപ്പോൾ ഇന്ന ഗ്രഹങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്നപ്പോൾ ജനിക്കുന്ന ഒരാളിന് ഇന്ന ഇന്ന സംഗതികൾ സംഭവിക്കാം. അവിടെയും പറ്റുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻസ്. ഈ സബ്ജക്റ്റ് അറിയാവുന്നവൻ നന്നായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യും, സബ്ജക്റ്റ് അറിഞ്ഞുകൂടാത്തവർക്ക് കൺഫ്യൂഷനും ഉണ്ടാകും. ഇപ്പോൾ ഈ ഇൻ്റർപ്രിറ്റേഷൻ വരുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, 2-ൽ ശനി നിന്നാൽ കയ്യിൽ ലോഹങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് പറയും. ഇപ്പോൾ 2-ൽ ശനി നിന്നാൽ കയ്യിൽ ലോഹങ്ങൾ വരുന്നത് സ്വർണ്ണം, വെള്ളി എന്നൊക്കെയുള്ളതാണ് സാധാരണ കൺസെപ്റ്റ്. അപ്പോൾ കയ്യിൽ വിലങ്ങുമാകാം, അതും ലോഹമാണ്. അതാണ്, അതും ലോഹമാണ്. അപ്പോൾ ഇവൻ്റെ ഇതിൽ സ്വർണ്ണമാണോ വെള്ളിയാണോ വരേണ്ടത്, അല്ലാതെ ഈ ഇരുമ്പ് സ്റ്റീൽ വിലങ്ങാണോ വരേണ്ടതെന്നുള്ളത് ഇവൻ നിർണ്ണയിക്കണം. അത് ആ ജ്യോത്സ്യൻ്റെ എബിലിറ്റിയാണ്, ഇത് ഏതിനാണ് ചാൻസ് ഉള്ളതെന്ന്. അപ്പോൾ അവിടെയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഈ ജ്യോത്സ്യന്മാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന അവിടെയാണ്. ഇവ കൃത്യമായിട്ടല്ലെങ്കിൽ ചില സ്ഥലത്ത് ലോഹമൊക്കെ വരും, സ്വർണവും വെള്ളിയും വരുമെന്ന് പറയും, സംഗതിയുമാകത്തായി പോകും. അപ്പോൾ അങ്ങനെയുള്ള ഈ ഇൻ്റർപ്രിറ്റേഷൻ ഒരുപാട് പോസിബിലിറ്റി ഉള്ളൊരു മേഖലയാണിത്. അപ്പോൾ അവിടെയൊക്കെ ഇയാളുടെ ഇൻറ്റ്യൂഷനും ഇയാളുടെ ആ സബ്ജക്റ്റിലുള്ള പ്രാവീണ്യവും ഒക്കെ ഫാക്ടേഴ്സാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ വേറൊരു ഇതിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത്, ജ്യോത്സ്യന്മാർ പറയുന്നത് ശരിയാണെങ്കിൽ പിന്നെ ഇവിടെ നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം ഇതാണ്, ഡിറ്റർമിൻഡാണ്. അവിടെ ഫ്രീ വില്ലിൻ്റെ യാതൊരു സ്കോപ്പുമില്ല, ഡെസ്റ്റിനി ഉണ്ടെന്നുള്ളതാണ് അവിടെ ഇൻഡയറക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഫ്രീ വില്ലും ഡെസ്റ്റിനിയും ഉണ്ടോ ഇല്ലേ എന്നുള്ളത് സ്റ്റിൽ ഇറ്റ് ഈസ് ഡിബേറ്റിംഗ്. ഇപ്പോഴും തീർച്ചയില്ല. എന്താണ് ഫ്രീ വിൽ, എന്താണ് ഡെസ്റ്റിനി എന്ന് കൃത്യമായിട്ട് ആർക്കും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്താണ് വോളണ്ടിയർ ആക്ടിവിറ്റി, എന്താണ് ഇൻവോളണ്ടിയർ ആക്ടിവിറ്റി, അവിടെ ഒന്നും നമുക്ക് ഒരു ക്ലിയർ ഡെഫിനിഷൻ ഇല്ല. ഇപ്പോൾ സിസ്റ്റത്തിൽ നടക്കുന്ന മേജർ ആക്ടിവിറ്റീസ്, ബ്രീത്തിങ്, ഡൈജഷൻ, growth of hair, all these are involuntary activities.
പിന്നെ അവിടെ എന്താണ് വോളണ്ടിയർ? അപ്പോൾ ഒരു മനുഷ്യൻ്റെ മേജർ ആക്ടിവിറ്റീസാണ് ഈ സിസ്റ്റത്തിൽ നടക്കുന്ന മേജർ ആക്ടിവിറ്റീസാണ് ബ്രീത്തിങ്ങും ഡൈജഷനും ഒക്കെ. അതിൽ എനിക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അപ്പോൾ പിന്നെ എനിക്കിവിടെ എന്താണ് ഈ ലോകത്ത് ചെയ്യാനുള്ളത്? അപ്പോൾ പറയുന്നു അത് എനിക്ക് എൻ്റെ കൈ പൊക്കാൻ പറ്റും. ഓക്കെ, സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ കൈ പൊക്കാനുള്ള ആ ഒരു നോഷൻ എപ്പോഴുണ്ടായി? എവിടെ നിന്ന് വരുന്നു? അത് നിങ്ങളെങ്ങനെ തീരുമാനിക്കുന്നു? അവിടെ ഉത്തരവില്ല. ആ നോഷൻ എന്ന് പറയുന്നത് ഒരു നിയന്ത്രണവുമില്ല നമുക്ക്. അല്ല, എപ്പോഴും എനിക്ക് കൈ പൊക്കാൻ തോന്നുന്നില്ലല്ലോ, ചില സമയത്താണ് തോന്നുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ എവ്രിതിങ് ഈസ് ഇൻവോളണ്ടിയർ. അപ്പോൾ ഇൻവോളണ്ടിയർ ആണെന്നുള്ളതാണ് ഈ ജ്യോത്സ്യന്മാരും പറയുന്നത്. ഇതെല്ലാം ഇപ്പോൾ ഈ പ്രത്യേക സമയത്ത് കൈ പൊക്കുമെന്നുള്ളതാണ് അവരും പറയുന്നത്. ഇയാളുടെ ജീവിതത്തിൻ്റെ ഇന്ന സമയത്ത് കൈ പൊക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയാൻ പറ്റുന്നത്. അപ്പോൾ ജ്യോതിഷം അനുസരിച്ച് എവറിത്തിങ് ഈസ് ഡിറ്റർമിൻഡ്, എവറിത്തിങ് ഈസ് ഇൻവോളണ്ടിയർ. അങ്ങനെയല്ല, നമുക്ക് എന്തൊക്കെയോ കഴിയുമെന്നുള്ളതാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. നമുക്ക് ഫ്രീ വില്ലുണ്ട്, നമ്മൾ വിചാരിച്ചാലും കാര്യങ്ങൾ നടക്കുമെന്നാണ് വിശ്വസിച്ചാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ വിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ ആ ഫ്രീ വില്ല് ഉപയോഗിച്ച് ആത്മാവിനെ അറിയുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സ്വാമിജി, നോ മൈൻഡും ഈ ഫ്രീ വില്ലും തമ്മിലുള്ള കണക്ഷൻ. നോ മൈൻഡ് ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ അല്ല, നോ മൈൻഡ് ആണെങ്കിൽ പിന്നെ ഫ്രീ വില്ലിൻ്റെ കാര്യം വരുന്നില്ലല്ലോ. അത് തന്നെ, നോ മൈൻഡ്. ഇപ്പം മനസ്സിൻ്റെ ആബ്സെൻസിൽ എന്താണോ അവശേഷിക്കുന്നത് അതാണ് നമ്മൾ. അതിന് പിന്നെ അവിടെ ഹൊറോസ്കോപ്പൊന്നുമില്ല. നമ്മൾ കോൺഷ്യസ്നെസ്സായി, കണ്ടൻസ് അല്ല. അപ്പോൾ വൺസ് യു ബിക്കം കോൺഷ്യസ്നെസ്, എല്ലാം ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദ ഗെയിം. പിന്നെ ഈ കണ്ടൻസിൻ്റെ ഭാഗത്താണ് മൈൻഡ് നോയാണോ അതോ പ്രസൻ്റാണോ ആബ്സെൻ്റാണോ എന്നൊക്കെയുള്ള വിഷയം വരുന്നത്. അപ്പോൾ മൈൻഡിൻ്റെ ഭാഗത്ത് മൈൻഡില്ല എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒരു നോ മൈൻഡ് എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യവുമില്ല. അപ്പോൾ ആത്മാവിന് ജാതകത്തിൻ്റെ ആവശ്യമില്ല. അതായത് കോൺഷ്യസ്നെസ്സിന് ജാതകത്തിൻ്റെ ആവശ്യം വരുന്നില്ല. കണ്ടൻസിനാണ് ജാതകത്തിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ കണ്ടൻസ് എന്ന് പറയുന്ന അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി, ഫ്രീ വില്ലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയും. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് യു റിഗാർഡ് ആസ് യു. നിങ്ങൾ ഈഗോയാണ് നിങ്ങളെന്ന് വിചാരിക്കുന്നതെങ്കിൽ ഫ്രീ വില്ലില്ല. മറിച്ച് നിങ്ങൾ തന്നെയാണ് അഖിലം, നിങ്ങൾ തന്നെയാണ് എല്ലാം എന്ന് വിചാരിക്കുന്നെങ്കിൽ ഫ്രീ വില്ലുണ്ട്. കാരണം അത് ആണ് പിന്നെ അവിടെ ഫ്രീ വില്ല് അതിൽ നിന്നാണ് വരുന്നത്. അതിന് ഫ്രീ വില്ലുണ്ട്. ഈ ആത്മാവിന് ഫ്രീ വില്ലുണ്ട്. പക്ഷേ ആ ഫ്രീ വില്ലെന്ന് പറയുന്നത് ഈ ഈഗോയുടെ ഫ്രീ വില്ലല്ല. ഇപ്പം ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്, അഹങ്കാരവും ആത്മവിശ്വാസവും കണ്ടാൽ ഒരേപോലെ ഇരിക്കും, പക്ഷേ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതുമാതിരി ഈ പറഞ്ഞ ആത്മാവിൻ്റെ ഭാഗത്ത് ഫ്രീ വില്ലുണ്ട്, ഈഗോയുടെ ഭാഗത്തും ഫ്രീ വില്ലുണ്ട്. അപ്പോൾ ഇത് രണ്ടും കണ്ടാൽ ഒരേപോലെ ഇരിക്കും. ഈ വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ അത് എവിടെ നിന്ന് വന്നു എന്നുള്ളത്. ആ ഫസ്റ്റ് പേഴ്സൺ എക്സ്പീരിയൻസ് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ ഇതെനിക്ക് എങ്ങനെ വന്നു എന്നുള്ളത്. ആ കാര്യം നേരം ചെയ്യാനുള്ള തോന്നൽ എവിടെ നിന്നുണ്ടായി. അപ്പോൾ ആ ആത്മാവിൻ്റെ തലത്തിൽ ഫ്രീ വില്ലുണ്ട്. അത് യൂണിവേഴ്സലാണ്, അവിടെ ഇൻഡിവിജ്വൽ അല്ല. മറിച്ച് ഈഗോയുടെ ഭാഗത്ത് വരുന്ന എല്ലാം ഇൻഡിവിജ്വലാണ്, അത് ഭാഗികമാണ്. അത് എപ്പോഴും ഒരു അതിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കർമ്മം എന്ന് പറയുന്നത് ഒരു കർമ്മം എന്ന് പറഞ്ഞ ഒന്നുമില്ല, ഒരു സിംഗിൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഒന്നുമില്ല. ഒരു ചെയിൻ ഓഫ് ആക്ഷൻ ഒരെണ്ണം ചെയ്താൽ ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻസ് അതിൻ്റെ അക്കമ്പനി ചെയ്യും. മറിച്ച് ആത്മാവിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്യാറില്ല, ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻ വരാറില്ല. അത് അവിടെ തന്നെ അവസാനിക്കുന്നു. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ സിംഗിൾ കർമ്മങ്ങളായിരിക്കട്ടെ, മറിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ ഒരു ചെയിൻ ഓഫ് കർമ്മങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നെങ്കിൽ അത് നമ്മുടെ തകരാറാണ്. നമ്മുടെ നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതാണ് ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനെ വീണ്ടും ഒരു കർമ്മത്തിലേക്ക്
വലിച്ചടയ്ക്കുന്ന കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. അവിടേക്കാണ് ഈ സന്യാസത്തിൻ്റെയൊക്കെ പ്രസക്തി വരുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ ഒന്നുമില്ല സ്വാമിജി. അവരിവിടെ വന്നതിലും സ്വാമിജിയെ ഒന്നുകൂടി ഇവിടെ വെച്ച് കാണാൻ സാധിച്ചതിൽ ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷമുണ്ട്. പിന്നെ സ്വാമിജി ഇത് അവസാനിപ്പിക്കുകയാണ്. സന്തോഷത്തോടുകൂടി സ്വാമി നമസ്കാരം. ശരി. അവസാനമായിട്ട് ഈ മീറ്റ് ടു മീ സെൻറ്ററിലെ മീറ്റ് ടു മീ സെൻറ്ററിനെ പറ്റി ഒരു വാക്ക് എനിക്ക് പറയാനുണ്ട് സ്വാമി. ബാലരാമപുരത്തുള്ള മീറ്റ് ടു മീ സെൻറ്റർ എന്നെ സംബന്ധിച്ചോളം വലിയ ഒരു ആകർഷണ കേന്ദ്രമാണ്. കാരണം അവിടെ ഈ നവരാത്രി ദിവസങ്ങൾ, ഈ 9 ദിവസങ്ങളിലും നടക്കുന്ന ബൊമ്മകലു മഹോത്സവം ഒരു വലിയ അറിവിൻ്റെ ലോകമാണ്. എല്ലാ ദാർശനികന്മാരും എല്ലാ മത ആചാര്യന്മാരും സർവചരാചരങ്ങളും ഈ ബൊമ്മഗുരുവിലുണ്ട്. അവിടെ ചെന്ന് കാണാം. അതുമാത്രമല്ല, ബൊമ്മഗലു കാലഘട്ടത്തിൽ ഈ അവധൂത് ഗുരുപ്രസാദ് ജിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യരും വിശ്രമമില്ലാതെ അവിടെ അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആകർഷണമാണ്. ധാരാളം ആളുകൾ അത് കാണാൻ എത്തുന്നത് ലോകത്തുള്ള സർവ്വരാജ്യങ്ങളിലെയും കിട്ടാവുന്നതെല്ലാം അവിടെയുണ്ട്. അപ്പോൾ അത് ഒരു ദിവസം സ്വാമിജി ഈ നവരാത്രി ബൊമ്മഗുരു കാലഘട്ടത്തിൽ സ്വാമിക്ക് സമയം കിട്ടുകയാണെങ്കിൽ മീറ്റ് ടു മീ സെൻറ്ററിൻ്റെ അവിടുത്തെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാൻ സ്വാമിജിയെ മീറ്റ് ടു മീ സെൻറ്ററിലേക്ക് വളരെ പ്രാർത്ഥനാപൂർവ്വം ക്ഷണിക്കുകയാണ് സ്വാമിജി. താങ്ക് യു. കഴിയുന്നു വരാൻ നോക്കാം. ഓക്കെ സ്വാമി. ഇനി മീറ്റ് ടു മീ സെൻറ്ററിലെ സാധകരോട് സ്വാമിജിക്ക് എന്താണ് ഉള്ളത് എന്നും അറിയാൻ ആഗ്രഹമുണ്ട്. ഏത് തരം ആത്മീയ പ്രവർത്തനങ്ങളായിരുന്നാലും പ്രഭാഷണങ്ങളായിരുന്നാലും സത്സംഗമായിരുന്നാലും അതൊക്കെ ആത്യന്തികമായിട്ട് നമ്മെ അറിയാൻ, നമ്മിലേക്ക് പ്രവേശിക്കാൻ പ്രചോദനമാകണം. അതാണ് അതിൻ്റെയൊക്കെ ഒരു ശരിക്കുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. അത് അങ്ങനെ പ്രേരണയാകുന്നില്ല എങ്കിൽ ഈ പ്രവർത്തനങ്ങൾ ഏതായിരുന്നാലും ഫ്യൂട്ടൈലാണ്. അതിന് വലിയ അർത്ഥമൊന്നുമില്ല. ഒരു ആത്മീയ മേഖലയിൽ നടക്കുന്ന ഏത് പ്രവർത്തനമായിരുന്നാലും അത് കേൾക്കുന്നയാളിന് അവനിലോട്ട് നോക്കാൻ, അവൻ ആരാണെന്നറിയാൻ ഇൻസ്പയർ ചെയ്യണം. അങ്ങനെ ഇൻസ്പയർ ചെയ്യുന്ന ഏത് ആക്ടിവിറ്റിയും സ്വാഗതാർഹമാണ്. അതിന് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴിയൊരുക്കണം. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.